അപ്പുറത്തെ മണ്ഡലത്തിൽ നിന്ന് ഹംസക്ക പാർലമെന്റ് അംഗമായി. ഇടതുപക്ഷത്തിന്റെ 19 പേർ, 18, പിന്നെ ഒരാൾ നമ്മുടെ കൂടെ വന്ന് 19 പേർ. 19 പേരുൾപ്പെടെ 63 അംഗങ്ങൾ പാർലമെന്റിലോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കിട്ടിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് സഭയിൽ വെച്ചത് അന്നാണ്. ഗാർഹിക പീഡന നിരോധന നിയമവും വിവരാവകാശ നിയമവും വനവാസ നിയമവും പാസ്സാക്കിയെടുത്തത് അന്നാണ്. ആ ഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശമായിരുന്നു കുടുംബത്തിന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി. കോൺഗ്രസ് അന്ന് ആ പദ്ധതിയോട് പൂർണ്ണമായും അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് അവർ പറഞ്ഞ ഒരു സ്കീമായിട്ട് മാത്രം പോരേ ഇതെന്നാണ്. അപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു നടക്കില്ല, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ചിലത് ആലോചിക്കേണ്ടി വരും. നമ്മുടെ വോട്ടും കൂടി ഉണ്ടെങ്കിൽ പദ്ധതി പാസ്സാവോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പിന്തുണ അനിവാര്യമായിരുന്നില്ല. അന്ന് അവസാനം നന്നായി നമ്മൾ ഇടപെട്ടു. സഹവൃന്ദക്കാരട്ടൊക്കെ അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്ത കമ്മിറ്റിയിലടക്കമുണ്ടായിരുന്നു. പദ്ധതി അംഗീകരിച്ചു, അത് തത്വത്തിൽ അംഗീകരിച്ചു, പാർലമെന്റിൽ ചർച്ച ചെയ്തു. പാർലമെന്റിൽ വോട്ടിലിട്ടപ്പോൾ BJP എതിർത്ത് വോട്ട് ചെയ്തു. നമ്മുടെ പിന്തുണയില്ലെങ്കിൽ അത് നിയമമാവില്ല. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് വിശദീകരിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ അങ്ങേറ്റത്തെ ഇടപെടലിലൂടെ വന്ന ഒരു സുപ്രധാനമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി, നമ്മുടെ നിർദ്ദേശവുമുണ്ട്, ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ 2 ലക്ഷത്തിലധികം കോടി രൂപ വേണം. അത് നിങ്ങൾ നീക്കിവെക്കണം. പക്ഷെ അവർ അന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെച്ചതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ബഡ്ജറ്റിൽ വെക്കുന്നത്. അപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരോട് എന്തെങ്കിലും ഒരു താല്പര്യം ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെയെല്ലാം പ്രധാന പ്രതിപക്ഷം ഞങ്ങളാണെന്ന് കൂടെ പറയുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നുണ്ടോ? ഞാനിവിടെ സൂചിപ്പിച്ച പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുമ്പോൾ, കാർഷിക മേഖല തകർക്കാൻ ശ്രമിക്കുമ്പോൾ, തൊഴിലാളികളെ ദ്രോഹിക്കുമ്പോൾ, ആരോഗ്യ മേഖലയിൽ പണം നീക്കിവെക്കാത്തപ്പോൾ, വിദ്യാഭ്യാസ മേഖലയെ ദ്രോഹിക്കുമ്പോൾ, മതന്യൂനപക്ഷ വിഭാഗത്തിലെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പ് കട്ട് ചെയ്തപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇവരെ കണ്ടോ? ഇതൊന്നും ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ ജാഥയിലൂടെ ഇത് നമ്മൾ ജനങ്ങളോട് പങ്കുവെക്കുന്നത്. കാരണം രാജ്യത്ത് നടക്കുന്നത് ഇതൊക്കെയാണ്. രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ പൂർണ്ണമായും അവർ അവഗണിക്കുന്നു. അവർ രാജ്യത്തെ കുത്തകകൾ, അവരുടെ ആസ്തി കൂട്ടുന്നതിന് വേണ്ടി മാത്രം രാജ്യത്ത് നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു മറുവശം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അഭിമാനത്തോടെ പറയാൻ കഴിയും, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ വേങ്ങരയിലെ ജനങ്ങളും. നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ അവർ ശ്രമിക്കുന്നു. ഇവിടെ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഓരോ കാര്യങ്ങളിലും നമ്മുടെ സ്റ്റാൻഡ്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നിയമസഭ വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കിയവരാണ് നമ്മുടെ ഗവൺമെന്റ്, ഇല്ലേ? രാജ്യത്തിന്റെ നാനാഭാഗത്തും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഇതുപോലെ ഉണ്ടാകുമോ എന്നിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇവർ അധികാരത്തിൽ വന്നാൽ ഇതുപോലെ ഇന്ത്യ ഉണ്ടാകുമോ നമ്മൾ ഭയപ്പെടുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലോ എത്ര സ്നേഹത്തോടെയാണ് നമ്മൾ ഇപ്പോഴും കഴിഞ്ഞു പോകുന്നത്. നാടിന്റെ ഈ ഒരു പാരമ്പര്യം, ഈ ഒരു കൾച്ചർ, മതനിരപേക്ഷ മൂല്യങ്ങൾ, അതിന് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? കാരണം അതിന് നമ്മൾ സമ്മതിക്കില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 5 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ, അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊണ്ടുപോകണം. 5 വർഷക്കാലം എങ്ങനെയാണ് പിണറായി ഗവൺമെന്റ് ഭരിച്ചത്? 5 വർഷം ഏറ്റവും നന്നായി ഭരിച്ചത് കൊണ്ടാണ് ഒരു തുടർഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കിട്ടുന്നത്. 5 വർഷക്കാലം
ഭരിച്ച വേളയിൽ പ്രകടന പത്രികയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റ് പരിശ്രമിച്ചു. നമ്മൾ പറഞ്ഞു, ഇന്നതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന പാർപ്പിട പദ്ധതി. ലൈഫ് പദ്ധതി പ്രകാരം 3.25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് കിട്ടി. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണോ? അല്ല. നമ്മൾ വളരെ പിറകിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലെയും പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ വീടുള്ളവരായി മാറി തീർന്നില്ലേ? നിങ്ങൾക്കറിയോ, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അടച്ചുറപ്പുള്ള വീടുള്ള എത്ര പേരുണ്ട്? വലിയ വായിൽ പ്രസംഗം നടത്തുന്നുണ്ട് ഇവര്. BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ ഒന്ന് ചെന്നേ. അതുപോലെയാണോ നമ്മുടെ കേരളം? ഭൂമിയില്ലാത്ത കുറെ ആളുകൾ കൂടിയുണ്ട്. 3,41,000 ആളുകൾ ഭൂമിയില്ലാത്തവരായിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു. ആ 3,41,095 ആളുകൾക്കും ഭൂമി കൊടുക്കാൻ പോകുന്നു. പരമാവധി പട്ടയം നമ്മൾ കൊടുത്തു. പക്ഷെ ഇനിയും കൊടുക്കണം. 40,000 ആളുകൾ കൂടി പട്ടയം കൊടുക്കാൻ നമ്മൾ പോകുന്നു. അപ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ച പാർപ്പിട പദ്ധതി ഏറ്റവും ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കും. സമ്പൂർണ്ണ ശുചിത്വം സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറി തീർന്നു ഇല്ലേ? ശൗചാലയത്തെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. റേഡിയോ തുറന്നു വെച്ചാൽ ഒരുപാട് പരസ്യം നമുക്ക് കേൾക്കാൻ കഴിയും. ഇവിടെയോ കക്കൂസില്ലാത്ത വീടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? കൃത്യമായി അത് കൊടുത്ത സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. വെളിച്ചമെത്താത്ത ഗ്രാമങ്ങൾ ഇവിടെ ഏറെങ്കിലും ഉണ്ടോ? വേഗറയിലെ ഈ പ്രദേശത്തോടൊന്ന് സഞ്ചരിച്ച് നോക്കിയാൽ വെളിച്ചം എത്തിച്ചേരാത്ത സ്ഥലങ്ങളുണ്ടോ? ഇല്ല. 6 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും വെളിച്ചവും വെള്ളവും എത്താനുണ്ട്. ഇപ്പൊ പുതിയ LED ബൾബ് നമ്മൾ കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് കൊടുക്കുന്നു. 80 കോടിയുടെ വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ കഴിയും. ഏറ്റവും ഫലപ്രദമായി അത് പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകും. കോവിഡ് മഹാമാരി വന്നു. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് കോവിഡ് വന്നപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്തത്? ഈ കേരളത്തിലെ കോവിഡ് രോഗികൾക്ക് ആശുപത്രിയിൽ എങ്ങനെയാ ചികിത്സ കൊടുത്തത്? ഒരാൾക്ക് ഒരു ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ ചെലവായ തുക 480 രൂപയാണ് ഒരു ദിവസം. ഇന്ത്യയിൽ എങ്ങനെ കൊടുത്തോ? പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശില് ആളുകൾക്ക് നല്ല ചികിത്സ കിട്ടിയോ? മരിച്ചു കഴിഞ്ഞ ആളുകളെ നന്നായി സംസ്കരിക്കാൻ കഴിഞ്ഞോ? ഇല്ലേ? മൃതശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുകി നടന്നത് നമ്മൾ കണ്ടു. രോഗം വന്നപ്പോൾ പറഞ്ഞു, ഇഞ്ചക്ഷന്റെ ഒന്നും ആവശ്യമില്ല, കുത്തിവയ്പ്പൊന്നും വേണ്ട, വാക്സിനെ വേണ്ട, പകരം നിങ്ങള് ഒരു കിണ്ണം എടുത്ത് അടിച്ചാൽ മതി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കിണ്ണം കൊട്ട്. അടുത്ത ദിവസം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് നിങ്ങളൊരു എഴുതിരി തെളിക്കുക, അല്ലെങ്കിൽ ഒരു വിളക്ക് തിളക്കുക, ഓടിപ്പോവും. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളത് 5 മണിക്ക് എണീക്കുക, എന്നിട്ട് ഈ കുളിച്ചീറനോടെ നിങ്ങൾ ഒരു ശരുവത്തിനകത്തില് സിന്ദൂരമൊക്കെ കലക്കി വെച്ച് അതിനകത്തിൽ കൈമുക്കി ഭിത്തിയിൽ ഒട്ടിച്ച് കിഴക്കോട്ട് നിന്ന് തൊഴുതാൽ കോവിഡ് ഓടിപ്പോവും. പോയോ? കോവിഡ് എങ്ങനെയാ പോയേ? കോവിഡിനെ എങ്ങനെയാ നമ്മൾ നേരിട്ടത്? നല്ല കുത്തിവയ്പ്പും നല്ല ചികിത്സയും നല്ല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ BJP ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല, പൊതുവിതരണ മേഖലയൊക്കെ എടുത്ത് നോക്കിയേ. ഇപ്പൊ നമുക്ക് 15 ലക്ഷം കുഞ്ഞുങ്ങൾ അധികമായി നമ്മുടെ സ്കൂളുകളിൽ ചേർന്നു. പണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പിള്ളേരെ വിടാൻ രക്ഷകർത്താക്കൾക്ക് മടിയാണ്. എന്താണ് അതിന് പറയുന്ന കാരണം? നല്ല ക്ലാസ് മുറികളില്ല, ടോയ്ലറ്റ് സംവിധാനമില്ല, ഉച്ചക്കഞ്ഞിയില്ല, ലൈബ്രറി ലബോറട്ടറി ഇല്ല. ഇന്നോ നമ്മുടെ എല്ലാ മക്കളും കൊച്ചുമക്കളും ഒക്കെ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളൊന്ന് നോക്കിയേ. ഇപ്പോ ഈ ആധുനിക സാങ്കേതിക വിദ്യ വളർന്നതോടുകൂടി ഫേസ്ബുക്ക് ഒക്കെ വന്നപ്പോൾ തള്ളമാരെല്ലാം കൊച്ചുമക്കളും മക്കളും ഒക്കെ പഠിക്കുന്ന സ്കൂള്, തങ്ങൾ പണ്ട് പഠിച്ച സ്കൂളിന്റെ അടുക്ക നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വാട്സപ്പിലിടും, എന്റെ സ്കൂൾ ഇല്ലേ? എത്ര മികവിന്റെ കേന്ദ്രങ്ങളായി മാറുന്നില്ലേ നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കുന്നു. പഴയ കാലം ഞാൻ ഓർക്കുകയായിരുന്നു, 1995 എന്തായിരുന്നു നമ്മുടെ സ്കൂളുകളുടെ സ്ഥിതി? കെട്ടിമേച്ചിലല്ലേ പരമാവധി സ്കൂള്, ചോർന്നൊലിക്കുന്ന സ്കൂളുകളുടെ
അതൊന്നും നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ ജനകീയ ആസൂത്രണവും അധികാര വികേന്ദ്രീകരണവും ഒക്കെ വന്നപ്പോൾ കുറേ മാറ്റം വന്നു. ഇന്ന് അതിന് ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് മാറി. നല്ല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം കൊടുത്തത് കൊണ്ടാണ് സ്കൂളുകൾ ഈ രൂപത്തിലാകുകയും കുഞ്ഞുങ്ങൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. നമ്മുടെ ആശുപത്രികള്, നമ്മുടെ നാട്ടിടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ എടുത്ത് നോക്കിക്കോട്ടെ. ഇതുപോലെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ ഇതുപോലെ സ്കൂളുള്ള? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നാൽ ഇന്നും കാണാൻ കഴിയും. SFI നേതാവ് ഇവിടെയുണ്ട്. മരത്തണലിൽ ഇരുന്ന് പഠിക്കുന്ന സ്കൂളുകൾ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുണ്ട്. ഒറ്റ അധ്യാപകർ മാത്രമുള്ള സ്കൂളുണ്ട്, ഇല്ലേ? ഈ കോവിഡ് സമയത്ത് ഇന്ത്യയിലെ 23% കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട പെൺകുട്ടികൾ പിന്നെ അവർ സ്കൂളിലേക്ക് പോയിട്ടില്ല. ഏറ്റവും പുതിയ കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതല്ല ഈ കേരളം. കോവിഡ് കാലത്ത് പോലും കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചു. ആശുപത്രിയിൽ പോയാൽ നമുക്ക് നല്ല ചികിത്സ കിട്ടുന്നു. നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം 14,000-ഓളം റേഷൻ കടകളിൽ കേരളത്തിലുണ്ട്. ഇതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? മാവേലി സ്റ്റോർ, ത്രിവേണി സ്റ്റോർ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുട്ടനാട്ടിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ഇതെല്ലാം ഉണ്ട്. ഈ ബഡ്ജറ്റിലും 2,000 കോടി രൂപ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഗവൺമെന്റ് തന്നു. ഇന്ത്യ ഗവൺമെന്റ് 1% കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തുക വെട്ടിക്കുറച്ചു. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് രാജ്യം പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പെട്രോളും ഡീസലും പാചകവാതകവും എല്ലാം അതിൻ്റെ എല്ലാം വില കൂടുമ്പോൾ, രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഇവിടെ ആ ഒരു വിഷമം ഉണ്ടാകാതിരിക്കും കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് നോക്കി. 1ാം പിണറായി ഗവൺമെന്റ് കാലത്തും 2ാം പിണറായി ഗവൺമെന്റ് കാലത്തും മഹാപ്രളയം വന്നു. എങ്ങനെയാണ് നമ്മൾ പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ച ഒരു ജില്ല കൂടിയാണ് ഈ ജില്ലയും, ആലപ്പുഴ ജില്ലയും, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തെ മറ്റു എറണാകുളം ജില്ലയും എല്ലാം. എങ്ങനെയായിരുന്നു ആളുകൾ നമ്മളെ ചേർത്ത് നിർത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വീക്ഷിക്കാൻ വേണ്ടി കൃത്യമായി സ്ത്രീകൾ, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളടക്കം കൃത്യമായി ഇരിക്കുമായിരുന്നു. നല്ല ആത്മവിശ്വാസം. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്. അന്നേ കേരളത്തിലെ സ്ത്രീകൾ മനസ്സിൽ കുറിച്ചു, ഈ ഗവൺമെന്റ് തന്നെ തുടരണം. പ്രളയകാലത്ത് ആരും ഇവിടെ പട്ടിണി കിടന്നില്ല. കൃത്യമായി അരി നമുക്ക് കിട്ടി. കേന്ദ്രം അരി തന്നു, പക്ഷെ നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചു. ഹെലികോപ്റ്റർ തന്നു, അതിൻ്റെയും കാശ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഒരൗദാര്യവും നമ്മളോട് കാണിച്ചില്ല. പക്ഷെ നമ്മളോ, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ആളുകൾ കഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് 16 സാധനങ്ങൾ കിറ്റ് വഴി വീട്ടിലെത്തിയില്ലേ? ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായി പണം ആളുകളുടെ കയ്യിലെത്തിച്ചു. കോവിഡ് കാലത്ത് വായ്മൂടി കെട്ടിക്കൊണ്ട് നമ്മൾ പ്രകടനം നടത്തി. എന്താ നമ്മൾ പറഞ്ഞത്? 4 പേര് നിന്ന് നമ്മൾ പ്രതിഷേധിച്ചു. ഒരു 7,500 രൂപ ആളുകൾക്ക് കൂട്, തൊഴിലുറപ്പ് പ്രകാരം കുറച്ച് കൂടുതൽ തൊഴിൽ കൂട്, പുഴുത്തെ നിങ്ങൾ അവിടെ ഗോഡൌണിലിട്ട് പുഴുത്ത് വൃത്തികേടാക്കുന്ന നശിപ്പിക്കുന്ന അരിയിൽ ഒരു 10 കിലോ കൂട് തന്നില്ലല്ലോ. അപ്പോഴൊന്നും നമ്മുടെ ഗവൺമെന്റ് അതൊന്നും ആരെയും അറിയിച്ചില്ല. ആളുകൾക്ക് കൃത്യമായി പെൻഷൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നെങ്കിൽ ഇന്ന് 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്നു. ഫെബ്രുവരി മാസം 24-ാം തീയതി നമ്മുടെ വേങ്ങരയിലെയും അതിൻ്റെ അപ്പുറത്ത് കൊണ്ടോട്ടിയിലെയും മലപ്പുറത്തെ അടക്കം എല്ലാ സ്ഥലത്തെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും പെൻഷൻ. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. കൃത്യമായി പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനെ എങ്ങനെ മറക്കാൻ കഴിയും? ജനങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. 1ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തെങ്കിൽ 2ാം തുടർ ഗവൺമെന്റ് വന്നപ്പോൾ പുതിയ കുറെ നിർദ്ദേശങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുക. കാരണം ബിരുദവും മേൽബിരുദവുമുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1,61,000 ആളുകൾക്ക് ജോലി കൊടുത്തു PSC വഴി. പിണറായി ഗവൺമെന്റ് 2ാം തവണ വന്നപ്പോൾ 40,000 ആളുകൾ കൂടി കൊടുത്തു. പക്ഷെ അത് പോരാ. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ബൃഹത്തായ പദ്ധതിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വർഷം സംരംഭക വർഷമായി നമ്മൾ ആഘോഷിക്കുന്നു. ഒരുപാട് പുതിയ സംരംഭങ്ങൾ വരുന്നു, ഇല്ലേ? പണ്ട് കേരളത്തെ കുറിച്ച് പറയുന്ന ആരും ഇവിടെ ഒന്നും തുടങ്ങാൻ വരില്ല. കാരണം ഇവിടെ ആളുകളെ കയറ്റത്തില്ല, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. ഇന്നിപ്പോ ഞങ്ങൾ ഞാനും സ്വരാജും രാവിലെ കുറച്ചു നേരം ആ മീറ്റിംഗിൽ ഇരുന്നിട്ടാണ് വന്ന് ഗോതമ്പാശ്രീ ജില്ലയിലെ പ്രമുഖരായി ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ക്ഷണിച്ചു. അവരെല്ലാവരും വന്നു. അതിലൊരാൾ സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത്, പണ്ടൊക്കെ ഞങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ, ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വിഷമമുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല സഹായം ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു.
ഏറ്റവും വലിയ പരിഗണന ഞങ്ങൾക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണെന്നാണ്. നിലവിൽ വളരെ മികച്ച അന്തരീക്ഷത്തിലേക്ക് മാറിത്തീരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്ന എന്താ? വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളം മാറിത്തീരുന്നു. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമോ? അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള വാർത്തകളും അവർ കൊടുക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാക്ക് പാലിച്ച് വ്യവസായ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. സ്ത്രീകളോട് പറഞ്ഞു ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കും. അത് കൃത്യമായി ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും പാലിച്ചു. നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിനകത്തിൽ 1% തുക പോലും നമുക്കില്ല. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക നീക്കിവെക്കും. എത്രയോ കാലമായി വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം ഡിമാൻഡാണ് ആഭ്യന്തര വരുമാനത്തിന്റെ 6% മാറ്റിവെക്കണം. ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്യില്ല. പരമാവധി തുക വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും നീക്കിവെച്ച് നമ്മുടെ ഗവൺമെന്റ് മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. തൊഴിലാളികളെയും കൃഷിക്കാരെയും മറക്കാത്ത ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. 19 വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പ് കേന്ദ്രം തരത്തില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി അത് തരുമെന്ന് പറഞ്ഞ ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. ആദിവാസി സഹോദരങ്ങളെ അവരെല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ഇല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം റോഡുകളും പാലങ്ങളും വന്നിട്ടുണ്ടായിട്ടുണ്ടോ? വലിയ മാറ്റമല്ലേ ഈ കേരളത്തിൽ വന്നത്? നാഷണൽ ഹൈവേയുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നു. 6500 കോടി രൂപ നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനോടെയും ഇങ്ങനെ കാശ് വരെ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞു കാശ് തന്നേ പറ്റൂ, സ്ഥലമെടുക്കണമെങ്കിൽ നിങ്ങൾ പണം തരണം. കോൺഗ്രസും BJPയും എന്താണ് നാട്ടുകാരോട് പറഞ്ഞത്? സ്ഥലമൊന്നും കൊടുത്തു പോകരുത്, കാശ് കിട്ടത്തില്ല. ഇപ്പോഴോ നാഷണൽ ഹൈവേക്ക് സ്ഥലം കൊടുത്ത സന്തോഷത്തോടെ സ്ഥലം കൊടുത്തു ആളുകൾ. കാരണം അവരുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും മികച്ച നഷ്ടപരിഹാരം അവർക്ക് കിട്ടുന്നു. കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വർക്കുകൾ അതിവേഗം നടക്കുന്നു. 2025 കൂടി അത് കമ്മീഷൻ ചെയ്യാൻ കഴിയും. ടൂറിസത്തിന്റെ അനന്തമായ സാധ്യത ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ. ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ സ്ഥാനം എത്ര മുകളിലായി? കാരവൻ ടൂറിസം നടപ്പിലാക്കിയതിന് ഇന്ത്യ ടുഡേയുടെ അവാർഡ് നമുക്കാണ് കിട്ടിയത്. അപ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റും രണ്ടാം പിണറായി ഗവൺമെന്റും അടിസ്ഥാന വികസന മേഖലയിലും ടൂറിസം രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പണം വേണം. കേന്ദ്രം തരുന്നു. ഈ ജാഥയിലൂടെ നമ്മൾ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം കേന്ദ്രം കേരളത്തോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.9% കാശ് നമുക്ക് കിട്ടി. ഇപ്പൊ അത് 1.9 ആക്കി. നമുക്ക് 19,000 തരുമ്പോൾ UPക്ക് 2.25 ലക്ഷം കൊടുക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? നമ്മളെക്കാൾ കൂടുതൽ കാശ് മേഘാലയക്ക് കൊടുക്കും, നാഗാലാൻഡിന് കൊടുക്കും, മണിപ്പൂരിന് കൊടുക്കും. എന്നാൽ ഈ കേരളത്തിന് തരത്തില്ല. 3.5 കോടി മലയാളി എന്ത് തെറ്റ് ചെയ്തു? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നടത്തണമെങ്കിൽ കാശ് വേണ്ടേ? ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അപ്പൊ നമുക്ക് അവകാശപ്പെട്ടത് തരുന്നില്ല. ഈ അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങണ്ടേ? നമ്മൾ ചോദിക്കുമ്പോൾ കൊടുക്കരുതെന്നാണ് പാർലമെന്റിനകത്ത് ജയിച്ചുപോയ MP-മാർ പറയുന്നത്. പുറത്ത് കോൺഗ്രസും BJPയും പ്രസംഗങ്ങളോടെ പ്രസംഗം. മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നത്? ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നമുക്ക് കിട്ടണം ഇത് ഇല്ലേ? അത് നേടിയെടുക്കുവാൻ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ നമുക്ക് നടത്തേണ്ടതായി വരും. കേരളത്തിന് തരാമെന്ന് പറഞ്ഞത് പലതും തരുന്നുണ്ടോ? കേരളത്തിന് ഒരു കോച്ച് ഫാക്ടറി ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. 2004 സേലം ഡിവിഷൻ അവർ രൂപീകരിക്കുന്നത്. സേലം ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ പാലക്കാട് ഡിവിഷന് കുറെ സ്ഥലവും കൂടി അവരെടുത്തു. അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ പ്രതിഷേധം നമ്മൾ ഉയർത്തി. അന്നത്തെ വാഗ്ദാനമാണ് ഒരു കോച്ച് ഫാക്ടറി, പാലക്കാട്ട് ഒരു കോച്ച് ഫാക്ടറി. 2 കോച്ച് ഫാക്ടറി എന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചു. ടോക്കൺ പ്രൊവിഷനും വെച്ചു. പാലക്കാട് കോച്ച് ഫാക്ടറിയും റായ്ബറേലിയിലെ കോച്ച് ഫാക്ടറി. റായ്ബറേലിയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വന്നു. പാലക്കാട് കോച്ച് ഫാക്ടറി കിട്ട കല്ല് അവിടെ കിടപ്പുണ്ട്. നമ്മൾ പറയാറില്ലേ, ഇടുന്ന കല്ല് എൻ്റെ ശാപമോക്ഷം കിട്ടാതെ അവിടെ കിടക്കുന്നുണ്ടെന്ന്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ നോക്കി, തന്നില്ല. കേരളത്തിനൊരു എയിംസ്,
ചില സംസ്ഥാനങ്ങളിൽ 2 കൊടുക്കുമ്പോൾ കേരളത്തിനൊന്ന് തരണ്ടേ? അവിടെ നമുക്ക് തന്നില്ല. നമുക്കൊരു റെയിൽവേ സോൺ, റെയിൽവേ വികസനം ഫലപ്രദമായി നടക്കണമെങ്കിൽ ഒരു സോൺ വേണം. അതും നമുക്കില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആശുപത്രി പണിയാനും കുടിവെള്ള പ്ലാന്റ് ഉണ്ടാക്കാനും ഒക്കെ. റെയിൽ നീർ ഫാക്ടറി അത് തരാമെന്ന് പ്രഖ്യാപിച്ചു. കൊല്ലത്തൊരു ആശുപത്രി തരാമെന്ന് പറഞ്ഞു, ഒന്നുമില്ല. അപ്പൊ ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം കേരളത്തോട് കേന്ദ്രത്തിന്റെ സമീപനം എന്താണെന്ന്. ഇത്തരം വേളകളിലൊന്നും ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുമ്പോൾ ജയിച്ചു പോകുന്ന പാർലമെന്റ് അംഗങ്ങൾ അതിനകത്തിൽ കേരളത്തിന്റെ ഈ ഡിമാൻഡ് ഉയർത്തിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടാവണം. പാർലമെന്റിനകത്ത് കിട്ടുന്ന അവസരം മുഴുവൻ അവർ കേരളത്തിനെതിരെ വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നമ്മളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ആക്ഷേപിച്ചോ, പാർട്ടിയെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ കേരളത്തോട് ഇത്തരം ഒരു സമീപനം എടുക്കുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾക്കുണ്ട്. അതവർ കാണിക്കുന്നില്ല. ഇതാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെ പറയുന്നത്. കേന്ദ്രം കേരളത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനാണ് ഈ പറയുന്നത് ഞങ്ങളിപ്പം മീഡിയ കൊണ്ടുവരും, CBI കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവരും ഇല്ലേ? നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടതാണ്. 5-6 മാസക്കാലം എന്തോ ഒരു ചർച്ചയായിരുന്നു. ഒരു ഭാഗത്ത് പറഞ്ഞ് ഇതാ കടല് വിൽക്കുന്നു, വേറൊരു ഭാഗത്ത് പറഞ്ഞ് ഇതേ കട്ടെടുക്കുന്നു, വേറൊരു ഭാഗത്ത് പറഞ്ഞ് ഇതേ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോകുന്നു. പക്ഷെ ജനങ്ങൾക്ക് യഥാർത്ഥ വസ്തുതയെല്ലാം ബോധ്യമാകുകയും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള 2ാം പിണറായി ഗവൺമെന്റ് ഈ രാജ്യത്തിലാകെ തന്നെ മാതൃകയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സുപ്രധാനമായിട്ടുള്ള ഈ 2 മുദ്രാവാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇതുപോലെ ഒരു ജാഥയുമായി മുന്നോട്ട് വരുവാൻ CPIM തീരുമാനിച്ചിട്ടുള്ളത്. ജാഥ ക്യാപ്റ്റൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് സ്വരാജ് കൂടി സംസാരിക്കും. ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഇനി നമ്മോട് സംസാരിക്കുന്നത് സഖാവ് സ്വരാജ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ പര്യടന പരിപാടിയുടെ 8ാം നാളിൽ ഇവിടെ വേങ്ങരയിൽ ചേരുകയാണ്. ഈ ജാഥയിൽ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെക്കുറിച്ച് ആമുഖമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ജാഥാംഗവുമായ സഖാവ് CS സുജാത ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രധാനമായും 2 മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥയിൽ മുൻപോട്ട് വയ്ക്കുന്നത്. ജനകീയ പ്രതിരോധ ജാഥ എന്നാണ് നമ്മുടെ ജാഥയുടെ പേര്. തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രതിരോധം. തെറ്റായ കേന്ദ്ര നയങ്ങൾ എന്നാൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നയം, ഒപ്പം കേരളത്തോടുള്ള ശത്രുതാപരമായ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം. അക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ വിശദമായി തന്നെ സഖാവ് സംസാരിക്കുകയുണ്ടായി. ഈ നയങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങളെ അണിനിരത്തുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും ആഴമേറിയ വെല്ലുവിളി അത് വർഗീയതയുടേതാണ്. ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും വിധമുള്ള RSS വർഗീയത രാഷ്ട്രത്തിന്റെ ഭാവിക്കുമേൽ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ വർഗീയതയെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ കൊടിക്കീഴിൽ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ ജാഥ ഏറ്റെടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടെ എവിടെയും വർഗീയതയ്ക്ക് വേരുകൾ ഉള്ളതായി കാണാനാവില്ല. ഇന്ത്യ മതനിരപേക്ഷമാണ്.
അത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറിയപ്പോൾ, ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ മാത്രമല്ല, ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാവുന്നതിനു മുൻപ്, ഇന്ത്യ സ്വതന്ത്രയാവുന്നതിനു മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ്, നമ്മുടെ രാജ്യത്തേക്ക് വൈദേശികാധിപത്യം കടന്നു വരുന്നതിനും മുൻപ് നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്ന സമൂഹമായിരുന്നപ്പോഴും മതസ്പർദ്ധയുടെയോ മതവൈരത്തിന്റെയോ മതത്തിന്റെ പേരിൽ ശത്രുതാപരമായ നിലപാടിന്റെയോ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. വ്യത്യസ്തമായ ജാതിമത വിഭാഗങ്ങൾക്കിടയിൽ സാഹോദര്യമായിരുന്നു നമ്മുടെ രാജ്യം. വർഗീയതയെ പടിക്ക് പുറത്തു നിർത്തി മതനിരപേക്ഷ മൂല്യങ്ങളെ എക്കാലവും ഉയർത്തിപ്പിടിച്ച സാഹോദര്യത്തിന്റെ നാടായിരുന്നു നമ്മുടെ നാട്. അത് ഇന്നത്തെ അതിർവരമ്പുകളോടെ ഇന്ത്യ എന്ന രാജ്യം രൂപം കൊള്ളുന്നതിനു മുൻപും അങ്ങനെയായിരുന്നു എന്നതാണ് പ്രത്യേകത. ചരിത്രത്തിൽ 1000 ഉദാഹരണങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം മൈത്രിയുടേതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ധ്രുവങ്ങളിലായിരുന്നില്ല. അവർ സാഹോദര്യത്തോടെ പുലർന്ന ഒരു ചരിത്രമാണ് നമ്മുടെ നാടിന്റെ ചരിത്രം. ഇന്ത്യയെ കലാലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ധാര ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അവസാന വാക്കെന്നറിയപ്പെടുന്ന സരോദ് മാന്ത്രികനായിരുന്നു ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിന്റെ സവിശേഷമായ സാമൂഹ്യ സ്വഭാവത്തിന്റെ ഒരു പ്രതിനിധി കൂടിയായിരുന്നു. 110 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. തനിക്കൊരു മകൻ പിറന്നപ്പോൾ അലാവുദ്ദീൻ ഖാൻ ആ മകന് നൽകിയ പേര് അലി അക്ബർ ഖാൻ എന്നായി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചു. മകൾ അലാവുദ്ദീൻ ഖാൻ നൽകിയ പേര് അന്നപൂർണ ദേവി എന്നായിരുന്നു. അലാവുദ്ദീൻ ഖാന്റെ മകൾ അന്നപൂർണ ദേവി, അതായിരുന്നു അന്നത്തെ ഇന്ത്യ. അലാവുദ്ദീൻ ഖാൻ ഒരു വീട് നിർമ്മിച്ചപ്പോൾ വീടിന് നൽകിയ പേര് അറിവിന്റെയും കലയുടെയും ദേവതയായി കരുതപ്പെടുന്ന സരസ്വതിയുടെ പേരാണ്. സരസ്വതിയുടെ മറ്റൊരു പേരായ ശാരദ അലാവുദ്ദീൻ ഖാന്റെ വീടിന്റെ പേരതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സംഗീതോപാസനയോടൊപ്പം ആ കാലഘട്ടത്തിൽ നിരവധി ആരാധനാലയങ്ങൾ അദ്ദേഹം പുതുക്കിപ്പണിതു. ജീർണാവസ്ഥയിലുള്ളത് ആരാധനാലയങ്ങൾ എന്നാൽ മുസ്ലിം പള്ളികളും ഹിന്ദു ക്ഷേത്രങ്ങളും അതിൽ ഉൾപ്പെടുമായിരുന്നു. അലാവുദ്ദീൻ ഖാന് ആരാധനാലയം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ക്ഷേത്രവും മുസ്ലിം പള്ളിയുമായിരുന്നു എന്നതാണ് പ്രത്യേകത. അലാവുദ്ദീൻ ഖാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമല്ല. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തന്നെ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത അടയാളങ്ങൾ തീർത്ത മഹാപ്രതിഭയായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. രാഷ്ട്രം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുമുണ്ടായി. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഇവിടെ സഖാവ് സുജാത സൂചിപ്പിക്കുകയുണ്ടായി. ഒരാചാരാനുഷ്ഠാനം എന്ന പോലെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ചടങ്ങാണ്. ഷെഹനായി സംഗീതം കേട്ടാണ് കാശി വിശ്വനാഥൻ ഉണരുക എന്നാണ് സങ്കല്പം. ഷെഹനായിയുടെ ആൾ രൂപമായിരുന്നു ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്നല്ലാതെ സമീപകാല ഇന്ത്യയിൽ ഷെഹനായി എന്ന വാദ്യോപകരണത്തെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. പതിറ്റാണ്ടുകളായി അതിന് നിയോഗിക്കപ്പെട്ടത് കാശിയിലെ ഒരു മുസ്ലിം കുടുംബമായി. ആ കുടുംബത്തിന്റെ കണ്ണിയാണ് ബിസ്മില്ലാ ഖാൻ. ബിസ്മില്ലാ ഖാന്റെ ഷെഹനായി കേട്ടുകൊണ്ടല്ലാതെ കാശി വിശ്വനാഥൻ ഉണർന്നിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. അതൊരാചാരം പോലെയായി. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ, സമാന സ്വഭാവമുള്ളൊരു 100 അനുഭവം ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിൻ്റെതായി ഈ നാട്ടിലുണ്ട്. അതിന്റെ തുടർച്ചയായി വേണം കാണാൻ 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് മേധാവിത്വത്തോട് ഈ രാജ്യത്തുയർന്നു വന്ന സംഘടിതമായ ഒരു മഹാചെറുത്തുനിൽപ്പാണ്, മഹാവിപ്ലവമാണ് 887. ബ്രിട്ടൻ അതിനെ ശിപായി ലഹള എന്ന് വിളിച്ചാക്ഷേപിച്ചു. എന്നാൽ അത് രാജ്യത്തുയർന്നു വന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ചരിത്രപരമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അടിവരയിട്ട് സൂചിപ്പിച്ചത് കാൾ മാർക്സായി. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ രാജാവായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിക്കാണിച്ചത് ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. അന്ന് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ മഹാഭൂരിപക്ഷവും
അവിടുത്തെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നില്ല. മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കും ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്കും സ്വീകാര്യനായ രാജാവായിരുന്നു ബഹദൂർ ഷാ സഫർ. അങ്ങനെ എത്ര അനുഭവങ്ങൾ! ഇപ്പോ സംഘപരിവാർ ചരിത്രകാരന്മാർ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന നുണക്കഥകളുണ്ട്. ഏറെയും ടിപ്പുവിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് മലബാറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും വലിയ മതഭ്രാന്തനും മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഹിന്ദുക്കളെ ദ്രോഹിച്ച ആളുമാണ് ടിപ്പു സുൽത്താൻ എന്നാണ് ആവർത്തിച്ച് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചരിത്രം മറ്റൊന്നാണ്. മറാത്ത്വാഡ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന BN പാണ്ഡെ അദ്ദേഹത്തിന്റെ ചരിത്ര പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ടിപ്പു സുൽത്താന്റെ 9 മന്ത്രിമാരിൽ 6 പേരും ഹിന്ദുക്കളായി, ഹൈന്ദവരായി. അധികാരം ഏറ്റെടുത്തതു മുതൽ രക്തസാക്ഷിത്വം വരിക്കുന്നതുവരെ ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ എന്ന ബ്രാഹ്മണനായിരുന്നു. ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 56 ക്ഷേത്രങ്ങൾക്ക് വാർഷിക ഗ്രാന്റ് അനുവദിച്ച ഭരണാധികാരിയായി. ഇപ്പോഴും ഗുണ്ടൽപേട്ടക്കടുത്ത നഞ്ചൻകോട് കാന്തേശ്വര ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ആരാധിക്കുന്ന ശിവലിംഗം സംഭാവന ചെയ്തത് ഈ ടിപ്പു സുൽത്താനായി. മറാത്തക്കാരുടെ ആക്രമണത്തിൽ ശാരദാമഠം തകർക്കപ്പെട്ടപ്പോൾ അത് പുനർനിർമ്മിച്ചത് ടിപ്പു സുൽത്താനായി. നാം ശരിയായി ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു ടിപ്പു സുൽത്താനെയാണ്. ബ്രിട്ടീഷ് വിരോധിയായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകി പോരാടിയ, ബ്രിട്ടനുമായി നേരിട്ട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരേ ഒരു രാജാവേ ഇന്ത്യയിലുള്ളൂ, അത് ടിപ്പു സുൽത്താനാണ്. ഞാൻ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. രാജ്യത്തിന്റെ ചരിത്രം ആദ്യന്തം ഹിന്ദു മുസ്ലിം മൈത്രിയുടേതാണ്, സാഹോദര്യത്തിൻ്റെതാണ്. മതം വ്യക്തിയുടെ സ്വകാര്യതയായിരിക്കുകയും ദൈനംദിന രാഷ്ട്ര വ്യവഹാരങ്ങളിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഔന്നത്യപൂർണമായ നിലപാടിന്റെ നാടായിരുന്നു നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ശില്പികൾ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാവണം എന്ന് തീരുമാനിച്ചു. മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനു മതമില്ല എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ മതമേത്? ഇന്ത്യക്ക് മതമില്ല. ജനങ്ങൾക്കോ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരു മതത്തിലും വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കോ മതരഹിതരായും ജീവിക്കാം. എല്ലാവർക്കും അവരവരായി ജീവിക്കാൻ, സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും ഉയർത്തിപ്പിടിക്കാനുള്ള സമ്പൂർണ്ണ അവകാശം പകർന്നു നൽകുന്ന മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യബോധങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്ന RSS, കേന്ദ്ര ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന ലോകം കണ്ട ഏറ്റവും വലിയ വർത്തമാനകാലത്തെ ഭീകര പ്രസ്ഥാനം ഈ മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നതേയില്ല. ഇന്ത്യയുടെ മതനിരപേക്ഷ പൈതൃകത്തെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെയും RSS അംഗീകരിക്കുന്നതേയില്ല. രൂപീകരണത്തിന്റെ 100ാം വർഷം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെന്നാണ് RSS കണക്കുകൂട്ടുന്നത്. 2025 RSS രൂപീകരിച്ച് 100 കൊല്ലം തികയുകയാണ്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കാണുന്നത് പോലെ BJPക്ക് മേധാവിത്വം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ തിരുത്തി ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് RSS കോപ്പ് കൂട്ടുന്നത്. അങ്ങനെ വന്നാൽ നമ്മുടെ രാജ്യം ശിഥിലമായി. ലോകഭൂപടത്തിൽ ഇന്ന് കാണുന്നത് പോലെ പിന്നെ ഇന്ത്യ എന്ന രാജ്യമുണ്ടാവില്ല. മതനിരപേക്ഷതയുടെ അടിത്തറയിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാനാവൂ. RSSന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്താണ്? അത് RSS എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ആരോപണമല്ല, മറിച്ച് RSSന്റെ ഒരു പ്രസ്താവനയാണ്. RSSന്റെ 2ാമത്തെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ, ആ ഗോൾവാൾക്കറാണ് RSSന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും വിശദീകരിക്കുന്ന സൈദ്ധാന്തിക ഗ്രന്ഥം എഴുതിയത്. വിചാരധാര, അതാണ് RSSന്റെ പ്രവർത്തനങ്ങളുടെ വഴികാട്ടിയായ മാർഗരേഖ. എന്താണ് RSSന്റെ ലക്ഷ്യം? RSSന്റെ സങ്കല്പത്തിലെ ഇന്ത്യ എന്താണ്? ഇതൊക്കെ വിശദീകരിക്കുന്നത് ആ പുസ്തകത്തിലാണ്. RSSന്റെ ശാഖകളിൽ ഇപ്പോഴും
പരമപൂജനീയ പുണ്യഗ്രന്ഥമായി കണക്കാക്കി ആദരിക്കുന്നത് ഈ വിചാരധാരയാണ്. 52 അധ്യായങ്ങളും 4 ഭാഗങ്ങളുമുള്ള സാമാന്യം ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് വിചാരധാര. ആ വിചാരധാര അതിന്റെ 19, 20, 21 അധ്യായങ്ങൾ, ആ അധ്യായങ്ങൾ ഇന്ത്യയുടെ ഭീഷണിയെ കുറിച്ചാണ് RSS പറയുന്നത്. ഇന്ത്യയുടെ ഭീഷണി പെട്ടെന്ന് കേൾക്കുമ്പോൾ നാം കരുതും അയൽ രാജ്യങ്ങളെ കുറിച്ചോ മറ്റോ ആയിരിക്കുമെന്ന്. അല്ല, ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയുടെ ഭീഷണിയെ കുറിച്ചാണ്. അഭ്യന്തര ഭീഷണി എന്നാണ്. അഭ്യന്തര ഭീഷണി 1, അഭ്യന്തര ഭീഷണി 2, അങ്ങനെ എഴുതിയിരിക്കുക. 19ാമത്തെ അധ്യായം ഇന്ത്യയുടെ ഭീഷണി 1 മുസ്ലിങ്ങൾ, അതാണ് 19ാം അധ്യായത്തിന്റെ പേര് മുസ്ലിങ്ങൾ എന്നാണ്. 20ാമത്തെ അധ്യായത്തിന്റെ പേര് ക്രൈസ്തവർ എന്നാണ്. 21ാമത്തെ അധ്യായത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. ഈ 3 വിഭാഗങ്ങൾ ഇന്ത്യക്ക് ഭീഷണിയാണെന്നും അതുകൊണ്ട് ഈ 3 കൂട്ടരെയും തുടച്ചു നീക്കണമെന്നും പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും വിഘടനവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് സത്യത്തിൽ RSS. ഇനി 4ാമതൊന്നും കൂടിയുണ്ട്. അത് പക്ഷെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പുസ്തകത്തിൽ ഈ 3 കാര്യമാണ് എഴുതിയിട്ടുള്ളത്. 4ാമത്തേത് ഏതാണ്? അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ഇതിൽ എഴുതി വെക്കാതിരുന്നത്? അതിനൊരു കാരണം, മനുസ്മൃതിയാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട്. മനുസ്മൃതിയുടെ കണ്ണിൽ, RSSന്റെ കാഴ്ചപ്പാടിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ മനുഷ്യരേ അല്ല. അതാണ് പ്രത്യേകത. അവരെ മനുഷ്യരായി തന്നെ അംഗീകരിച്ചിട്ടില്ല, പിന്നല്ലേ എഴുതുന്നത്. ചാതുർവർണ്ണ്യമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ കഴിഞ്ഞു. അതിന്റെ താഴെയുള്ളവരൊന്നും മനുഷ്യരെയല്ല എന്നാണ് RSSന്റെ കാഴ്ചപ്പാട്. അതാണ് മനുസ്മൃതിയും പറയുന്നത്. ഇവിടെ കഥയറിയാതെ RSSനോടൊപ്പം അണിനിരന്നിട്ടുള്ള പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിലെ സഹോദരന്മാരുണ്ടാവും. അവരോട് നമുക്ക് വിരോധമില്ല. പക്ഷെ അവരറിയണം, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSS പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഗൂണ്ടാ സംഘമാണ് ഇന്നും ഉത്തരേന്ത്യയിൽ. RSSന്റെ കാര്യാലയങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, പൂണൂൽ ധരിക്കാത്ത ഒരാൾക്കും കഴിയില്ല. ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കൂ. അതാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സ്ഥിതി. ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് മഴ പെയ്യോ മറ്റോ ചെയ്താൽ നനയാതിരിക്കാൻ അടുത്ത് കാണുന്ന അമ്പലത്തിന്റെ കോലായിലേക്കൊന്ന് കയറി നിന്നാൽ ആ കാരണം കൊണ്ട് അവനെ ചുട്ടുകൊല്ലുന്ന നാടായി ഇന്നും ഉത്തരേന്ത്യ നിലനിൽക്കുകയാണ്. ഇതാരാണ് ചുട്ടുകൊല്ലുന്നത്? RSS ആണ്. രാജ്യത്തെവിടെയെങ്കിലും ജാതീയതയ്ക്കെതിരായ ഒരു സമരത്തിൽ RSS അണിനിരന്നിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെ മാറ്റിമറിച്ച മഹത്തായ വിപ്ലവമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം 1936. 1936 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ RSSന് 11 വയസ്സ്. RSS അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ മഹാനായ AKG കൃഷ്ണപിള്ള, അവര് മാത്രമല്ല കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നായകനായിരുന്നു, സംശയമില്ല. TS തിരുമുമ്പ് എല്ലാവരും. അപ്പോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ടില്ല. കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റ് വിഭാഗം, ഉൽപ്പതിഷ്ണുക്കളായ വിപ്ലവകാരികൾ, അതാണ് കൃഷ്ണപിള്ളയും EMS ഒക്കെ. എന്നാൽ കേളപ്പനെ പോലെയുള്ള കോൺഗ്രസുകാർ ഒക്കെ ഉണ്ട്. പക്ഷെ RSS ഉണ്ടായിട്ടുണ്ട്. RSS ആ പഞ്ചായത്തിൽ കയറിയിട്ടില്ല. എന്താ കാരണം? ഗുരുവായൂർ സത്യാഗ്രഹത്തിനെതിരായ നിലപാടായിരുന്നു RSS. അവർണരെന്ന് വിളിച്ചധിക്ഷേപിച്ച് അകറ്റി നിർത്തപ്പെട്ട ദുർബല ജനവിഭാഗങ്ങളെ മറ്റു മനുഷ്യരെ പോലെ കണക്കാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമൂഹ്യ നവോത്ഥാന മുദ്രാവാക്യങ്ങൾക്കെതിരായ നിലപാടാണ് RSS എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ RSSനെയാണ്, ആ RSSന്റെ മുഖമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ജാഥാംഗം കേരള രാഷ്ട്രീയത്തിന് മലപ്പുറം നൽകിയ സംഭാവന ബഹുമാന്യനായ ഡോക്ടർ KT ജലീൽ ഇവിടെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ തങ്ങളുടെ സ്വപ്നത്തിലെ ഇന്ത്യ ഇങ്ങനെയാണ് എന്ന് RSS പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇന്ത്യ സ്ഥാപിക്കാൻ 2025 ആകുമ്പോഴേക്ക് കഴിയും എന്ന പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്.
അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം അതിന്റെ ആദ്യപടിയായി. അപ്പോഴാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോ അത്തരത്തിലുള്ള നടപടികളെല്ലാം താൽക്കാലികമായി നിന്നു. ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അപകടമായി പൗരത്വ ഭേദഗതി നിയമത്തെ തുടർന്നുള്ള നടപടികൾ മാറുമായിരുന്നു. അത്തരമൊരു സാഹചര്യം വന്നാൽ RSSന്റെ സങ്കല്പത്തിലെ ഇന്ത്യ ഒരു മതരാഷ്ട്രം എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ നമ്മുടെ രാജ്യം കൂട്ടപ്പലായനങ്ങളുടെയും കൂട്ടക്കുരുതിയുടെയും നാടായി മാറും. ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരും ചോരയും ഈ രാജ്യത്തിന്റെ മണ്ണിനെ പങ്കിലമാക്കി മാറ്റും എന്നതാണ് വസ്തുത. നിങ്ങളിപ്പോ നോക്കൂ, 4 നാൾ മുൻപാണ് ഡൽഹിയിൽ പാർലമെന്റിന്റെ മുൻപാകെ ഇന്ത്യയിലെ 79 ക്രൈസ്തവ സംഘടനകൾ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായി വലിയൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം സംഘടിപ്പിച്ചത് നിൽക്കക്കള്ളിയില്ലാതെയായി മാറിയപ്പോഴാണ്. ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, വാസസ്ഥലങ്ങളിൽ വേട്ടയാടപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന് മുൻപാകെ 79 ക്രൈസ്തവ സംഘടനകൾക്ക് സമരം സംഘടിപ്പിക്കേണ്ടതായി വന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ ജാഥ വർഗീയതയെ പ്രതിരോധിക്കണം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വർത്തമാനകാലത്ത് കാണുന്ന വിധത്തിലെങ്കിലും ഈ രാഷ്ട്രം നിലനിൽക്കണം. ജാതിമത വിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുമ്പോഴും തുല്യാവകാശങ്ങളോടെ ഇന്ത്യയിൽ ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് RSSനെ പ്രതിരോധിക്കുക എന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യവാദിയുടെ അടിയന്തര രാഷ്ട്രീയ കടമയായി ഇന്ന് നിലനിൽക്കുകയാണ്. പക്ഷേ ഈ ഗൗരവതരമായ പ്രശ്നത്തോട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? മുസ്ലിം ലീഗിന്റെ സമീപനം എന്താണ്? ഏതെങ്കിലും ഒരു ലീഗിന്റെ നേതാവ് RSSന്റെ വർഗീയ അതിക്രമങ്ങൾക്കെതിരായി സമീപകാലത്ത് സംസാരിച്ചതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് RSSനെ വിമർശിച്ചുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന നിലപാട് സ്വീകരിച്ചതായി പ്രസംഗിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാറ്റിനും ഒടുവിൽ നാം കേൾക്കുന്ന വാർത്ത ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ച നടത്തുന്നു. എന്താണ് അവർ ചർച്ച നടത്തുന്നത്? അത് പുറത്തു പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒറ്റിക്കൊടുക്കുകയാണ്. എങ്ങനെ? RSS ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോഴേക്ക് വിനീത വിധേയരായി ആ ക്ഷണം സ്വീകരിച്ച് ഓടിച്ചെന്ന് അവർ വെച്ചു നീട്ടിയ ചായയും കുടിച്ച് ലജ്ജയില്ലാതെ മടങ്ങി വരുമ്പോ പ്രതിരോധത്തിലാവുന്നത് മതനിരപേക്ഷ ഇന്ത്യയാണ്, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷമാണ്. എന്തുകൊണ്ട്? നാളെ ഈ RSS ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായും വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായും നരനായാട്ട് നടത്തുമ്പോ അതിനെതിരായി ജനാധിപത്യ ഇന്ത്യ പ്രതിഷേധമുയർത്തുമ്പോ RSSന് പറയാൻ ഒരു ന്യായമായി. എന്തു ന്യായം? ഞങ്ങൾ അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയൊന്നുമല്ല, ഞങ്ങൾ മുസ്ലിങ്ങളിലെ ഏറ്റവും വലിയ തീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചവരാണ്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സന്തോഷപൂർവം ഞങ്ങളുടെ ചർച്ചാ മേശയിലേക്ക് കടന്നു വന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് RSSന് പറയാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ചർച്ചയെ ചൂണ്ടിക്കാട്ടി തങ്ങൾ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഒരു മറയിടാൻ, മേനി നടിക്കാൻ RSSന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ കാര്യങ്ങളെല്ലാം ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് RSSനെ പ്രതിരോധിച്ച് മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കണം എന്നുകൂടിയാണ് ഈ ജാഥ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ
നിങ്ങളുടെ സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറെ ആദരവോടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ ക്ഷണിച്ചു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സഭാഹ്, വേദിയിലുള്ള ജില്ലാ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 20-ാം തീയതി CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കുമ്പള വെച്ച് ഉദ്ഘാടനം ചെയ്ത ജാഥ 4 ജില്ലകളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിലേക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ പര്യടനം നടത്തി വരികയാണ്. ഇവിടെ ഈ ജാഥയ്ക്ക് നൽകിയിട്ടുള്ള ഹൃദയപൂർവമായ സ്വീകരണത്തിന് ജാഥാംഗങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും ആദ്യം തന്നെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം സംബന്ധിച്ചിവിടെ ഞങ്ങളുടെ ജാതിയുടെ നേതാക്കൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. സഖാവ് CS സുജാതയും അതുപോലെ തന്നെ സ്വരാജും ഇവിടെ വിശദമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തെ സാമ്പത്തികമായി തകർത്ത് ഇന്ത്യയിലുള്ള ഏക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാം എന്നാണ് കേന്ദ്ര ഭരണാധികാരികൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 40,000 കോടി ഉറുപ്പിക ഒരു വർഷം നമുക്ക് നൽകാൻ ബാധ്യതയുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അത് നൽകുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പിരിമുറുക്കം കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെതിരായി ജനകീയ പ്രതിരോധം ചമക്കുക എന്നതാണ് ഞങ്ങൾ ഉന്നം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 2025 RSSൻ്റെ 100-ാം വാർഷികം ആചരിക്കുന്ന കാലമാണ്. അതിൻ്റെ രൂപീകരണം നടന്ന 1925 അന്നത്തെ ഹെഗ്ഡെ വാറും ഡോക്ടർ മുൻഷി ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരു ഹിന്ദു രാഷ്ട്രം, ഹിന്ദുത്വ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അന്നേ പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ 100-ാം വാർഷികം ആചരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഹിന്ദുത്വ നാടായിട്ട് ഇന്ത്യയെ മാറ്റും എന്ന് പ്രഖ്യാപിക്കുകയല്ല, നടപ്പിലാക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. അതാണ് വലിയ അപകടം. നമ്മുടെ മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യവും ഭരണഘടനയുമെല്ലാം
പിച്ചി ചീന്തി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണഘടന രൂപപ്പെടുത്തി ഫാസിസത്തിലേക്ക് നീങ്ങാനാണ് RSSും BJPയും ശ്രമിക്കുന്നത്. ഇതിനെതിരായ പ്രതിരോധം ചമക്കണം എന്ന് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന രീതിയിൽ ഞങ്ങൾ ജാഥയിൽ ഉന്നയിക്കുന്നു. നമുക്കറിയാം, ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ അഖിലേന്ത്യാടിസ്ഥാനത്തിലായാലും കേരളത്തിലായാലും ഇപ്പോഴ് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് NIT വളരെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ്. ആ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ഇതിനിടെ RSSന്റെ ഔദ്യോഗിക വിഭാഗവുമായി അവിടെ പാഠ്യപദ്ധതികൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കരാർ അവിടുത്തെ ഡയറക്ടർ കൂടി ചേർന്ന്, അദ്ദേഹം ഒരു RSSന്റെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് തന്നെയാണ് എന്ന് വഴങ്ങ പറയാം, അദ്ദേഹം ഒപ്പിട്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ RSSന്റെ പ്രചാരകർക്ക് കയറി ഇറങ്ങി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വ്യാപകമായ സൗകര്യമാണ് ഒരുക്കുന്നത്. UPയിലെ ബനാറസ് ഹിന്ദു സർവകലാശാല, ബനാറസ് സർവകലാശാല വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും ഫെലോഷിപ്പ് നൽകി ഏതാണ്ട് 25,000 ഉറുപ്പിക മാസാമാസം ഫെലോഷിപ്പ് കൊടുത്ത് ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ്. ആ കോഴ്സ് എന്താ അറിയോ? ഇന്ത്യൻ സമൂഹത്തിൽ മനുസ്മൃതിയുടെ സ്വാധീനം. ഇന്ത്യൻ സമൂഹത്തിലെ മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചാതുർവർണ്ണ വ്യവസ്ഥയുടെ കാലത്തെ ജനങ്ങളിൽ ഒരു ബോധം രൂപപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ. ഇപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന PTI ഉൾപ്പെടെയുള്ള വാർത്താ ശൃംഖലകളുണ്ട്. അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന വാർത്തകളൊക്കെ RSSകാർ നൽകുന്ന, ഒരു ദിവസം 100 വാർത്ത തയ്യാറാക്കി കൊടുക്കണമെന്ന് ഇപ്പോൾ ഒരു ഏജൻസിയെ നിശ്ചയിച്ചിരിക്കുകയാണ് RSS. അത് വെറുതെയല്ല. ഒരു ദിവസം 100 വാർത്ത കൊടുക്കുമ്പോൾ 7.7 കോടി ഉറുപ്പികയാണ് അതിന് ഗവൺമെൻറ് നൽകുക. അപ്പോൾ ഗവൺമെൻറ് വാർത്ത നൽകുന്നതിന് വേണ്ടി ഏജൻസിയെ തീരുമാനിക്കുക, അത് RSS ആകുക, 100 വാർത്ത എല്ലാ ദിവസവും വേണമെന്ന് പറയുക, എന്നിട്ട് 7.7 കോടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റേ മലയാളം എന്താ? RSSന്റെ വാർത്ത അവരാഗ്രഹിക്കുന്ന ഹിന്ദു വർഗീയവാദത്തിൻ്റെ, ഹിന്ദു ഫാസിസത്തിൻ്റെ, അതാണ് കാര്യം അവർ ഉന്നയിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സവർണരായ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, അതിനൊരു ആശയതലം സ്വരൂപിക്കാൻ മനുഷ്യൻ്റെ ഉപരിഘടനയിലെ ഒരു പൊതുസമ്മതി വർഗീയ ശക്തികൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ അജണ്ട വെച്ച് പ്ലാൻ ചെയ്യുക. ഇതിനെതിരായിട്ട് ജനകീയ പ്രതിരോധം ചമക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 18 തീയതി വരെ ഈ ജാഥയുമായിട്ട് വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾക്ക് രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നില്ല. അവരെ വല്ലാത്ത രീതിയിൽ ഈ ജാഥ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നപ്പോൾ കൊണ്ടോട്ടിയിൽ നടന്ന സ്വീകരണം എന്ന് പറയുന്നത്, അവർ പറഞ്ഞത് കൊണ്ടോട്ടിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു സ്വീകരണം ഉണ്ടായിട്ടില്ല എന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മലപ്പുറം സമ്മേളനവും അതേപോലെ തന്നെയായിരുന്നു സ്വീകരണ പരിപാടി. ഇപ്പോഴിവിടെ വെങ്ങര വന്നപ്പോഴും ഞങ്ങൾക്ക് വേണ്ടത്ര സ്വാധീനമില്ലാത്തൊരു കേന്ദ്രം തന്നെയാണല്ലോ. ഇവിടെ വന്നപ്പോഴും നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ജാഥയെ സ്വീകരിക്കാൻ രാവിലെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അവരെ വല്ലാത്ത ഹാലിളക്കം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല.
പക്ഷെ അവർ പരസ്യമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ആളില്ലാത്ത കസേരയോടാണെന്നാണ്. നിങ്ങളെല്ലാം ആളുണ്ട് എന്ന് വ്യക്തമല്ല. ഇവിടെ ഈ നിൽക്കുന്നവർ, പുറത്തു നിൽക്കുന്നവർ, ഞങ്ങൾ വളണ്ടർമാർ മുഴുവൻ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ആളുള്ള കസേരയിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത്, ആളുകളോടാണ് സംവേദിക്കുന്നത്. അവരാണെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനസ്സ് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ഉന്നം. പിന്നെ ചില ആളുകൾ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയം പറയാൻ ഇവർക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ രാഷ്ട്രീയമായിട്ട് എതിരിടാൻ ലീഗിനാവാத സാഹചര്യത്തിൽ അവർ ജമാഅത്ത് ഇസ്ലാമും RSSും ഇവരെല്ലാം കൂടി ചേർന്ന് UDF എല്ലാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ മുമ്പത്തെ പോലെ ഈ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തട്ടം ഒരുക്കി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ച പ്രവർത്തനമാണ്. പണ്ടത്തെ സ്ഥിതിയല്ല ഇപ്പോഴും എന്ന് മലപ്പുറം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മലപ്പുറം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സഖാക്കൾ മുദ്രാവാക്യം വിളിച്ച് ചെങ്കോട്ടയിലേക്ക്, മലപ്പുറം എന്ന ചെങ്കോട്ടയിലേക്ക് നിങ്ങൾക്ക് സ്വീകരണം, സ്വാഗതം എന്നാണ് വിളിച്ചത്. ചുവന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവർ പറഞ്ഞത് ചെങ്കോട്ടയിലേക്ക് സ്വീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഉള്ളതുപോലെ കാണല്ല. ചെങ്കോട്ട ആയി വരികയാണ് മലപ്പുറം. ആകുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. കാരണം ഈ മലപ്പുറത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി VMSന്റെ ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് ചെയ്തത് തന്നെയാണ്. അത് യൂണിവേഴ്സിറ്റി ആയാലും അങ്ങനെയാണ്. 2 യൂണിവേഴ്സിറ്റികളുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും. അതുപോലെ തന്നെ ജില്ല അനുവദിച്ചത് VMSന്റെ ഗവൺമെന്റ് തന്നെയാണ്. വളരെ ഫലപ്രദമായ വികസന പ്രവർത്തനങ്ങൾ, നാഷണൽ ഹൈവേക്ക് വേണ്ടി ആ നാഷണൽ ഹൈവേ തയ്യാറാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് തീരുമാനിച്ച് ഫയൽ തിരിച്ചയച്ചവരാണ് UDF. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവരാണ് അതിന് പൈസ മുടക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചാൽ മതി. അന്ന് ലീഗും കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ വേണ്ട. ഈ കേരളത്തിലെ ജനങ്ങൾ മാപ്പർഹിക്കുന്ന രീതിയിലല്ല അതിനെ കൈകാര്യം ചെയ്യുക. വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫയൽ മടക്കി അങ്ങോട്ടേക്ക് അയച്ചു, ഡൽഹിയിലേക്ക്. ഇവിടെ ഫയലേ ഇല്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം, 4 വരിപ്പാത 45 മീറ്റർ വീതിയിൽ ഒരറ്റം മുതൽ അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ അതിർത്തി വരെ നമുക്ക് നാഷണൽ ഹൈവേ 66 വേണം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനമനുസരിച്ച് ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിക്കോ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും ഇന്ത്യ ഗവൺമെന്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഭൂമിക്ക് വില നിങ്ങൾ കൊടുക്കണമെന്ന് ഒരു സംസ്ഥാനത്തോടും പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. ആദ്യമായിട്ട് കേരളത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് റോഡ് തരാം, പക്ഷേ ഭൂമി നിങ്ങൾ ഏറ്റെടുത്ത് തരണം. അപ്പോൾ എത്രയായിരം കോടിയാണ്? സഖാക്കളെ, ഞങ്ങൾ കണ്ട ഒരു കാര്യം എന്താ ചെയ്യുക? പിന്നെ ഈ നാഷണൽ ഹൈവേ വരാതിരുന്നാൽ 2 ആൾക്കൊരു വാഹനമുണ്ട് കേരളത്തിൽ. ഇത് ലോകത്ത് തന്നെ അപൂർവമാണ്. 2 ആള് ജനസംഖ്യക്ക് ഒരു വാഹനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആകെ ജനസംഖ്യക്ക് അതിൻ്റെ പകുതി വാഹനം. ഇത് എവിടെ കൊണ്ടുപോകാനാ? ഏത് വഴിയിലൂടെ കൊണ്ടുപോകാനാ? എല്ലാം ബ്ലോക്കായി കിടക്കുകയല്ലേ. 2 വരി പാത തന്നെ ഇല്ല കൃത്യമായിട്ട്. അപ്പോൾ 4 വരി പാതയില്ലാതെ നമുക്ക് കേരളത്തിന് അതിൻ്റെ വികസന സമീപനവുമായി മുന്നോട്ടേക്ക് പോകാനാവില്ല. അവസാനം ഗഡ്കരി ഉൾപ്പെടെ സഖാവ് പിണറായിയായിട്ട് ചർച്ച നടത്തി. ഭൂമിയുടെ മുഴുവൻ വിലയും തരണം എന്ന് പറഞ്ഞവരോട് വിലപേശി അവസാനം 25% പണം ഞങ്ങൾ തരാം. അങ്ങനെ 6500 കോടി ഉറുപ്പിക ഈ കേരളം കിഫ്ബി വഴി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകിയിട്ടാണ് റോഡിൻ്റെ പണിയെടുക്കാൻ ആവശ്യമായ ഭൂമി കണ്ടെത്തിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDFന്റെ അന്നത്തെ മന്ത്രിസഭ മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് ഈ ഭൂമി വാങ്ങിയിരുന്നുവെങ്കിൽ കേരളം ഈ 6500 കോടി ഉറുപ്പിക മുടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അന്നേരം വ്യവസ്ഥ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയോട് സഖാവ് പിണറായി അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. സഖാവ് പിണറായി പറഞ്ഞു, 45 മീറ്റർ വീതിയിൽ
ഇവിടെ റോഡ് ഏറ്റെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനത്തിന് ഞങ്ങളുടെ പാർട്ടിയുടെ പരിപൂർണ പിന്തുണയുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു അന്ന്, ഞങ്ങൾ അംഗീകരിച്ചില്ലേ, അനുകൂലിച്ചില്ലേ? ഇത് UDFന്റെ വികസനമാണ് എന്നവരോട് മാറി നിന്നോ? പക്ഷെ നിങ്ങളത് ചെയ്തോ? ചെയ്തില്ല. ഇപ്പോഴും നാഷണൽ ഹൈവേ വരികയാണ്. ഇവിടെ മലപ്പുറത്തൊക്കെ മാതൃകാപരമായ പ്രവർത്തനമല്ലേ നടത്തിയത്? ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ളത് മാറ്റിക്കൊടുത്തില്ലേ ഇവിടെ ജനം? അത് ഈ മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗമല്ലേ? എന്ന് പറഞ്ഞാൽ ശ്മശാനമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം പോലും മാറ്റിയിട്ട് അത് മാറ്റി സ്ഥാപിച്ചിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലം നൽകിയ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ച ജനങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ് ഈ മലപ്പുറം ജില്ല. ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതിനോട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള മതിപ്പാണ്. സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏത് രാഷ്ട്രീയ വിരോധിയോടും ചോദിച്ചാൽ ഒരു കാര്യം അവർ സമ്മതിക്കും. അതെന്താ? ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് പിണറായി വിജയൻ. അതാണ് ആ പേര്. അത് ആരുടെയെങ്കിലും ഒരാളുടെ കാര്യമില്ല, നമ്മുടെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടലാണ്. അതിന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പിന്തുണയാണ്. CPIM അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേ ആയി. ഇനി നാഷണൽ ഹൈവേ കാണാൻ ആളുകൾ വരും കേട്ടാ. ഇപ്പം 45 മീറ്റർ വീതി 4 വരി പാതയാണ് പറഞ്ഞത്. ഇപ്പോഴും 4 വരിയല്ല, 6 വരി പാതയാണ്. 3 വരി അങ്ങോട്ടും 3 വരി ഇങ്ങോട്ടും. അതിനുശേഷം ഞാൻ കാസർഗോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ 6 വരി പാതയുമല്ല, 6 വരി പാത നടുക്കേ പോകുമ്പോൾ അതിൻ്റെ 2 ഭാഗത്തായിട്ട് 2 സർവീസ് റോഡുണ്ട്. അപ്പോൾ 4ഉം 6ഉം 2ഉം 8 വരി പാതയാണ് നാഷണൽ ഹൈവേ ആയിട്ട് വരാൻ പോകുന്നത്. അത് ഈ കേരളത്തിൻ്റെ ചിത്രം മാറ്റും. തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ ഈ റോഡ് സൈഡിലല്ലാത്ത കേരളത്തിലെ ആളുകൾ അതിൻ്റെ ആ റോഡ് പൂർത്തിയായി അതിൻ്റെ വരിയും കുറിയും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ബോർഡും അതിൻ്റെ ലൈറ്റും എല്ലാം കൂടി വരുമ്പോൾ ഒരു യൂറോപ്പ് പോയ പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ ആളുകൾ വരും. തീർത്ഥാടനത്തിന് വരുന്നത് പോലെ റോഡ് കാണാൻ വരുന്ന അവസ്ഥ വരും ഈ കേരളത്തിൽ. വരില്ലേ? ഇതിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ പറഞ്ഞത് കേരയിൽ വേണം. കേരയിൽ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാസർഗോഡെത്താം. കാസർഗോഡ് നിന്നൊരു 39 വാഹനം വണ്ടി എവിടത്തേക്ക്? തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരത്ത് നിന്നൊരു 39 വണ്ടി കാസർഗോഡേക്ക്. എത്രയാ സമയം അറിയോ? 3 മണിക്കൂറും 54 മിനിറ്റും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന കുടുംബശ്രീ യൂണിറ്റിൽ 2 കൊട്ട അപ്പവുമായിട്ട് കയറുന്നു. എവിടെയാണ് പോകേണ്ടത്? എറണാകുളത്താണ് നല്ല മാർക്കറ്റ് അപ്പത്തിന്. അങ്ങനെ അപ്പത്തിൻ്റെ മാർക്കറ്റ് നോക്കി എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 8 മണിക്ക് ചായയും കഴിച്ച് കയറുകയാണ്. തിരൂരിൽ നിന്ന് കയറുകയാണ്. തിരൂരിൽ നിന്ന് കയറിയാൽ ഒരു മണിക്കൂർ കൊണ്ട് ആ ട്രെയിൻ എവിടെയെത്തും? എറണാകുളത്ത്. 1 മണിക്കൂറേ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് 9 മണിക്ക് കയറി, ഇവിടുന്ന് 8 മണിക്ക് പുറപ്പെട്ടു, 9 മണിക്ക് തിരൂരെത്തി. അവിടുന്ന് നേരെ ട്രെയിനിൽ കയറുക. ടിക്കറ്റ് എടുക്കാൻ യാതൊരു പ്രയാസമില്ല. 20 മിനിറ്റ് ഇടപെട്ട് വണ്ടിയുണ്ട്. ഒരു വണ്ടി പോയി അടുത്ത 20 മിനിറ്റിൽ അടുത്ത രണ്ടാമത്തെ വണ്ടി, പിന്നെ 20 മിനിറ്റിൽ മൂന്നാമത്തെ വണ്ടി, പിന്നെ 20 മിനിറ്റിൽ അടുത്ത വണ്ടി. 39 വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങോട്ടും അതേപോലെ തന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടിയാണ്. അപ്പോൾ അവർ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 9:10 ആകുമ്പോഴേക്ക് എത്തി ഇവിടെ എറണാകുളത്ത് അപ്പം വിറ്റു. വലിയ കൊട്ടയാണ്, ഒക്കെ വിറ്റ് 1 മണിക്കൂർ കൊണ്ട് വിറ്റ് തീർന്നു. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഒരു ചായയും കുടിച്ച് നേരെ തിരൂരേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. ഈ പരിപാടി കോൺഗ്രസ്സുകാർ പറഞ്ഞു, ലീഗുകാർ പറഞ്ഞു, BJPക്കാർ പറഞ്ഞു. അത് നല്ല യോജിപ്പാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരും പറഞ്ഞു ഇത് പറ്റില്ല, ഇത് വേണ്ട. ഞാൻ എത്രയോ പ്രാവശ്യം ആലോചിച്ചു എന്തപ്പോൾ ഇത് വേണ്ടത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, വേണ്ടതെന്ന് വെച്ചറിയോ? ഇപ്പം തന്നെ 2ാം ടേം വന്നു. 1ാമത്തെ ടേം കഴിഞ്ഞു, 2ാമത്തെ ടേം വരില്ല എന്നാണ് വിചാരിച്ചത്. ഈ മാധ്യമങ്ങളെല്ലാം നല്ലതുപോലെ പണിയെടുത്തു, കേന്ദ്ര ഏജൻസി പണിയെടുത്തു, എല്ലാവരും കഠിനമായി ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രചരണം നടത്തി. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു, അതാണല്ലോ അവസാനത്തെ വാക്ക്, ജനങ്ങൾ തീരുമാനിച്ചു പിണറായി വിജയൻ ഗവൺമെൻറ് തുടരട്ടെ. 99 സീറ്റ് കൊടുത്ത് ആ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു.
ഇപ്പം അടുത്ത കൊല്ലാവുമ്പോഴേക്ക് നാഷണൽ ഹൈവേ പൂർത്തിയാവും. അതിൻ്റെ ഒപ്പം തന്നെ കേരളയിലും അങ്ങോട്ട് പണി തുടങ്ങിയാൽ പിന്നെ രണ്ടാമത്തെ ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേമിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കുമെന്ന് UDF-ന് കാര്യം മനസ്സിലായി, കള്ളി മനസ്സിലായി, നമ്മുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് അപ്പോൾ അവർ തീരുമാനിച്ചു, ഒരൊറ്റ ദിവസം മാറാതെ അവർ തീരുമാനിച്ചു, ഇനി ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. അത് കോൺഗ്രസും അതുപോലെ ലീഗും BJP എല്ലാം ഒരേ കെട്ടാണ്, ഒരേ മുന്നണിയാണ്. അവർ പറയാണ് ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല, ഒരു റെയിലും വേണ്ട, ഒരു പുതിയ സംരംഭവും വേണ്ട. എല്ലാ അർത്ഥത്തിലും അവർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ്, നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് കൊണ്ട് കേരളത്തിൽ വല്ല നേട്ടമുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് വല്ല വികസനവും നടത്താൻ കഴിയുമോ? പക്ഷെ ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മുഴുവൻ ഈ ഗവൺമെൻറ് ചെയ്യും. പക്ഷേ ജോയിൻറ്റ് വെഞ്ചറിലാണ്, കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ കേരളയിൽ നടപ്പിലാക്കാനാവുള്ളൂ. അതുകൊണ്ട് 2024 നോക്കാം, ഇതിനെ പൊളിച്ച് താഴത്തിട്ട് നമുക്ക് കേരളയിലും കൂടി അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങാനാവുമോ എന്നും കൂടി നോക്കാൻ ഒരവസരം കേരളത്തിലെ ജനങ്ങൾക്ക് വരാൻ പോവാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് വർഗീയവാദികൾ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുമ്പോൾ അതിനെയും തകർക്കണം. കേരളയിൽ തരാത്ത BJP ഗവൺമെൻറ്റിനെയും അടിച്ച് താഴെയിടാനാവുന്ന രീതിയിലുള്ള ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിക്കണം. ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് ആ സംസ്ഥാനത്തിലെ BJP വിരുദ്ധ വോട്ട് മുഴുവൻ ഏകോപിതമായി ചേർത്ത് ആർക്കാണോ ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുക, ആർക്കാണോ ആ സംസ്ഥാനത്തിൽ BJPയെ തോൽപ്പിക്കാനാവുക, അവരെല്ലാം ചേർന്നുണ്ടാക്കുന്ന ഒരു നീക്കുപോക്ക് അടിസ്ഥാനത്തിൽ BJPയെ 2024 നമുക്ക് തോൽപ്പിക്കാനാവണം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാണുന്നത്. അതിൻ്റെ സാമ്പിൾ ഞങ്ങൾ ആന്ധ്രയിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ത്രിപുരയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും ഞങ്ങൾക്ക് സ്വീകരിക്കാനാവും. കോൺഗ്രസ് ഇന്ത്യയിൽ എവിടെയും കാര്യമായിട്ടില്ല. എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? തമിഴ്നാട്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്. കോൺഗ്രസ് ഉണ്ടോ? ഇവിടെ കേരളത്തിൽ എന്താ ചോദിക്കാതെ? കേരളത്തിൽ കോൺഗ്രസ് അല്ല, കേരളത്തിലെ UDF-ന്റെ നട്ടല്ലായി പ്രവർത്തിക്കുന്നത് ഈ ലീഗാണ്. ആ ലീഗില്ലാതൊരു UDF-നെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? കോൺഗ്രസിൻ്റെ സ്ഥിതി മറ്റെല്ലാ സംസ്ഥാനം പോലെ തന്നെ ദുർബലമാണ് കേരളത്തിലും. പക്ഷേ മുന്നണിയിലൊരു പ്രബലമായ വിഭാഗം ഈ ലീഗ് ആയതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്നത്, അസംബ്ലി ആയാലും പാർലമെൻ്റ് ആയാലും. അപ്പോൾ കേരളത്തിലും സ്ഥിതി വ്യത്യാസമല്ല. അതുമാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് അടിയന്തരമായിട്ട് BJPയിലും RSSലും ചേരുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് സുധാകരൻ അവർക്കുള്ളത്. ആന്റണീൻ്റെ മോൻ തന്നെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ BJP പോകണം എന്നുള്ളതാണെന്ന് പത്രത്തിൽ വന്നില്ലേ? ഞങ്ങൾ പറയല്ല, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. പിന്നെ തമിഴ്നാട്ടിലുണ്ടോ കോൺഗ്രസ്? ഉണ്ടോ? തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല. പിന്നെ കർണാടകത്തിൽ കാര്യമായ കോൺഗ്രസ് ഉണ്ടോ? അവിടെയും ഇല്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തെലുങ്കാനയിലുണ്ടോ കോൺഗ്രസ്? ഇല്ല. അതിൻ്റെ അപ്പുറത്ത് ആന്ധ്രയിലുണ്ടോ കോൺഗ്രസ്? ഇല്ല. അതിൻ്റെ അപ്പുറത്ത് ഒഡീഷയിലുണ്ടോ കോൺഗ്രസ്? ഇല്ല. അതിനപ്പുറം ബംഗാളിലുണ്ടോ കോൺഗ്രസ്? ഇല്ല. പിന്നെ മഹാരാഷ്ട്രയിലുണ്ടോ? ഇല്ല. ഗോവയിലുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 11 കാലുമാറിയത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറി. പിന്നെ ഗോവയിലുണ്ടോ? ഇല്ല. പിന്നെ UPയിലുണ്ടോ? 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്തുമില്ല, 2ാം സ്ഥാനത്തുമില്ല, 3ാം സ്ഥാനത്തുമില്ല, 4ാം സ്ഥാനത്താണ് കോൺഗ്രസ്. പിന്നെ ബീഹാറിലുണ്ടോ? കാര്യമായിട്ട് ബീഹാറിലില്ല. പിന്നെ ഏത് സംസ്ഥാനത്തിൽ ഈ കോൺഗ്രസ് ഉണ്ടെന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്? ഞങ്ങളിപ്പോഴെല്ലാം ചേർന്നുകൊണ്ട് വമ്പിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പോവാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. എവിടെ? ഏത് സംസ്ഥാനം? അപ്പം ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്, ഓരോ സംസ്ഥാനത്തിലും സ്വാധീനമുള്ള പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതക്കെതിരായി യോജിക്കാവുന്ന മുഴുവൻ സ്ഥലങ്ങളിലും യോജിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഈ മുഹമ്മദ് ബഷീറിൻ്റെ ഇന്നലത്തെ പ്രസംഗം അതെന്താ? ഈ കമ്മ്യൂണിസ്റ്റുകാർ മതത്തിനെതിരായി മതനിരാസം മുന്നോട്ടേക്ക് വെച്ചവരാണ് എന്നാണ്. എത്ര പറഞ്ഞാലും ടിക്കൊന്നും മനസ്സിലാവില്ല. കാരണം രാഷ്ട്രീയം പറയാനില്ല, അപ്പം മതാക്കാനാണ് പരിപാടി. രാഷ്ട്രീയം പറയാനില്ല, അതുകൊണ്ട് മതാക്കാനാ പരിപാടി. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ലീഗുകാരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നല്ല, 1922 ഞങ്ങൾ രൂപീകരിച്ചിട്ട് 1920 താഷ്കണ്ടിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ രൂപീകരിച്ചത്. അതിനെ തുടർന്ന്
1922 മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയുടെ സമീപനത്തിൽ ഞങ്ങൾ മതവിരുദ്ധപരല്ല, മതത്തിനെതിരല്ല. ഞങ്ങൾ മതത്തിനെതിരല്ല. ഇനി അടുത്തത്, ഞങ്ങൾ വിശ്വാസികൾക്കും എതിരല്ല. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആരാ പറഞ്ഞാട്ടെ? നിങ്ങൾ മതനിരാസ എന്ന് പറഞ്ഞാൽ മതത്തെ നിഷേധിക്കുകയാണോ? മതം വേണ്ട എന്ന് പറയുന്നവരാണോ നീ ഇരിക്കുന്നത്? നിങ്ങൾ മതത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ് നിരവധി ആളുകൾ, ഭൂരിപക്ഷം. ഞാൻ അങ്ങനെയാ പറയുക. പിന്നെ നിങ്ങൾ വിശ്വാസികളല്ലേ? അമ്പലത്തിൽ പോകുന്നവർ, പള്ളിയിൽ പോകുന്നവർ, ചർച്ചിൽ പോകുന്നവർ. ഞാനൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ പരിപാടിയിൽ അത് ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെൻറ്ററിലാണ് പരിപാടിക്ക് പോയി. മതവും മാർസവും എന്നുള്ള വിഷയം കുറച്ച് കൊല്ലായി. അന്ന് ചിന്താ ജെറോം അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഇതിൻ്റെ യൂണിയനാണ് സംഘടിപ്പിക്കുന്നത്. 2-3000 ആളുണ്ട്. പെൺകുട്ടികളാണ് മുമ്പിൽ മുഴുവൻ. ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: ഒരു സന്നിഗ്ധ ഘട്ടം ഒരു പ്രദേശത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അവർ നോക്കാൻ തുടങ്ങി. എന്താ? ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ പോകണ്ട, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു വിഭാഗം. ഒരു വിഭാഗം നേരെ എതിര്, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം. ഞാൻ ആ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. കുട്ടികളെ, മുതിർന്നവരാണ് എല്ലാവരും, കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിൽ ആരോടൊപ്പം നിൽക്കും? നിങ്ങൾ ഇതിൽ ആരോടൊപ്പം നിൽക്കും എന്ന് കുട്ടികളോട് ചോദിച്ചു. അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിച്ച ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തി എന്ന് വിചാരിക്കുക. നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുക എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരെ ആദ്യം എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി. എന്താ കാര്യം? ഞങ്ങൾ ഈ ക്ലാസ് കട്ട് ചെയ്ത് വന്ന തന്നെ ഈ ചോദ്യവും ഉത്തരവും മടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ സെമിനാറിന് വന്നപ്പോൾ ഇവിടെയും ചോദ്യമോ എന്നാണ് ആദ്യത്തെ പ്രതികരണം. ഞാനതിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. എനിക്ക് നേരിട്ട് കാണാലോ, ഞാനിങ്ങനെ കഴിഞ്ഞു പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. മുമ്പന്തിയിൽ പെൺകുട്ടികളാണ്. എന്നിട്ട് അവർക്ക് എന്നെ അറിയാലോ ഞാൻ ആരാളെന്ന്. അപ്പോൾ ഞാൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു ആശയത്തെപ്പറ്റി നിങ്ങളോട് പറയാനാണ്. അവർ ഏക സ്വരത്തിൽ പറഞ്ഞു, അമ്പലത്തിൽ പോയവരുണ്ട്, രാവിലെ പള്ളിയിൽ പോയവരുണ്ട്, ചർച്ചിൽ പോയവരുണ്ട്, ഇവരെല്ലാം ഉള്ളതാണ് ഈ കൂട്ടം. പക്ഷെ അവർ എന്നോട് പറയുക, ഞങ്ങൾ അമ്പലത്തിൽ പോകണ്ട, പള്ളിയിൽ പോകണ്ട, ചർച്ചിൽ പോകണ്ട എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കും. പിന്നെന്താ ചെയ്യുക? എന്നോട് പറയാണ്, നേരിട്ട് പറയാണ്. പറഞ്ഞു നിർത്തേണ്ട താമസം ആ സെക്കൻഡിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമില്ല. അപ്പോഴാണ് ആ കുട്ടികളുടെ കണ്ണ് വികസിക്കുന്നത്. ഇല്ലേ? കാരണം അവരെനിക്ക് വേണ്ടി പറഞ്ഞ ഉത്തരല്ലേ. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടി പറഞ്ഞ ഉത്തരമാണ്, അമ്പലത്തിൽ പോകണ്ട, പള്ളിയിൽ പോകണ്ട, ചർച്ചിൽ പോകണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല. ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല. പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ചർച്ചിൽ പോകാനുള്ള ജനാധിപത്യ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എൻ്റെ പതാക, ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ മാർച്ച് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതാ പാർട്ടി. അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ഇനി മനസ്സിലായിക്കോ, ഈ പാർട്ടി ഏതെങ്കിലും മതത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല, ഏതെങ്കിലും വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയുമല്ല. ഒന്നുകൂടി ഞാനൊന്ന് പറയാം. അന്ധവിശ്വാസ ജടിലമായ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായി തെറ്റായ ഒരുപാട് പ്രവണതകൾ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. ആ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കണമെങ്കിൽ വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ അതിനെതിരായ, അന്ധവിശ്വാസത്തിനെതിരായ സമരം പോലും ജയിക്കുള്ളൂ. യുക്തിവാദികളെ കൊണ്ട് മാത്രം സാധിക്കില്ല. അതുകൊണ്ട് വിശ്വാസികളെ മുഖവിലക്കെടുത്ത് അവരുടെ താല്പര്യങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളിൽ നിന്ന് അവരെ ഫലപ്രദമായിട്ട് അവരെ ചേർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമ്പോഴാണ് നവോത്ഥാന പ്രസ്ഥാനം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സംസ്കൃത സമൂഹമായി നമുക്ക് മാറാനാവുക. അല്ലാണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ ഒളിച്ചു കടത്തുകയാണ് അജണ്ട. ഞങ്ങൾക്കൊന്നും ഒളിച്ചു കടത്താനില്ല. നിങ്ങളാണ് ഒളിച്ചു കടത്തുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ആ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ രാഷ്ട്രീയം പറയാനില്ലാതിരിക്കുമ്പോൾ മതത്തിന്റെ പേര് ഉപയോഗിക്കുകയാണ്. വർഗീയത സൃഷ്ടിക്കാനുള്ള നിലപാടാണ്. ആ നിലപാടുകളൊന്നും ലീഗ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ലീഗിൻ്റെ അകത്ത് തന്നെ പ്രബലമായ വിഭാഗമുണ്ട് ഇതിനെതിരായിട്ട്.
ET മുഹമ്മദ് ബഷീർ പറയുന്ന നിലപാടിനെതിരായി പ്രബലമായ വിഭാഗമുണ്ട്. അതിപ്പം രണ്ടായിട്ട് ലീഗ് വരണമെന്നല്ല, ഞങ്ങളിത് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിന്റെ തന്നെ അണികളായ ആയിരക്കണക്കിന് ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി അണിചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതാ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുകയില്ല. ഈ നാടിന്റെ വികസനത്തിന് 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. 1 ലക്ഷം സംരംഭകരെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു. 1,32,000 ഇനി 1,50,000 ആവും ഞങ്ങളുടെ കാലാവധി തീരുമ്പോഴേക്ക്, മാർച്ച് 31 ആവുമ്പോഴേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനാവും. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയാണ്. 100 ദിന പരിപാടിയുടെ ഭാഗമായി 15,800 കോടി ചെലവാക്കി 1,200 പ്രോജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ 3 മാസവും 10 ദിവസവും കൊണ്ട് 4.33 ലക്ഷം ആളുകൾക്ക് തൊഴിലാവും. ഇങ്ങനെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തിനുമില്ലാത്ത തൊഴിലില്ലായ്മ നിരക്ക് കുറക്കാനാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇവിടെ വസ്ത്രം ധരിക്കാത്തവരായിട്ട് ആരുമില്ല. ഉണ്ടാ? വസ്ത്രം ധരിക്കാത്തവരുണ്ടായെങ്കിലും കേരളത്തിലുണ്ടോ എവിടെയെങ്കിലും? ഇപ്പോഴത്തെ പണ്ടത്തെ വസ്ത്രമൊന്നുമല്ല, ഇപ്പം പഴയ വസ്ത്ര. പണ്ടൊരു തോർത്തുമുണ്ടും ഒരു മുണ്ടും ആയി, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. പെണ്ണുങ്ങൾക്ക് അങ്ങനെ പുതക്ക, ബ്ലൗസൊന്നുമില്ല, ആകെ ഒരു മുണ്ട്, പിന്നെ ഒരു തോർത്ത്, ഇതല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബ്ലൗസിന് കണക്കായ സാരി അല്ലേ, സാരിക്കും ബ്ലൗസിനും കണക്കായ കമ്മൽ അല്ലേ, അതിന് കണക്കായ പൊട്ട്, അതിന് കണക്കായ ചെരുപ്പ്, അതിന് കണക്കായ വള. എന്തൊരു സൗന്ദര്യബോധമാണ്! കമ്മ്യൂണിസ്റ്റുകാർ സൗന്ദര്യബോധത്തിനൊന്നും എതിരല്ല. ശരിയാൾ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എന്ത്? ഞാൻ പറഞ്ഞു സാമൂഹ്യ ഉൽപ്പന്നമാണ് സൗന്ദര്യബോധം. തോർത്തും മുണ്ടും മാത്രമുള്ളപ്പോൾ എന്ത് സൗന്ദര്യബോധം? ഇപ്പോഴിതെല്ലാം ഉണ്ട്. പണ്ടെല്ലാം ഒരു ചെരുപ്പ് വാങ്ങിയാൽ എപ്പോഴാണ് ചെരുപ്പ് മാറ്റുക? ആ ചെരുപ്പ് തേഞ്ഞ് മാറണം. ഇപ്പോഴോ ഓരോ കാര്യത്തിനും മാറി മാറി. ഇപ്പോൾ വീട്ടിൻ്റെ മുമ്പിലേക്ക് പോയാൽ ഒരു പെട്ടി പോലെ സാധനമുണ്ട്, അതിൻ്റെ അകത്ത് ആ ചെരുപ്പ്. ഒരു ചെരുപ്പ് 2 ചെരുപ്പൊന്നുമല്ല, നിരവധി ചെരുപ്പാണ്. ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറയോ നമ്മളോട് പറ്റി എന്താ പുരുഷന്മാരെന്താ വ്യത്യാസം? പുരുഷന്മാരുടെ ഷർട്ടിൻ്റെ കളറ് അല്ലേ, ഷർട്ടിൻ്റെ കളറിനനുസരിച്ച് ബാക്കി പറ. മുണ്ടിൻ്റെ കര, ഷർട്ടിൻ്റെ കളർ നോക്കിയിട്ടാണ് മുണ്ടിൻ്റെ കര അല്ലേ. എന്തെല്ലാം മാറ്റാ വന്നത് രാജ്യത്ത്. ഈ മാറ്റം നല്ലപോലെ വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇത് കേരളത്തിലേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഈ പ്രത്യേകത കേരളത്തിൽ നിൽക്കുന്നുണ്ട്. കയറിക്കിടക്കാനിടം. 3,42,000 ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമിയും വീടുമില്ല. ഈ ഗവൺമെൻറ് തീരുമാനിച്ചു 10,000 എഴുതി വെച്ചോ, പത്രക്കാരുണ്ടല്ലോ, അവരൊന്നും ഈ വാർത്തയെ കൊടുക്കൂല. 10,500 ഏക്കർ ഈ ഗവൺമെൻറ് 3 സെന്റ് വീതം 3,42,000 ആക്കും കൊടുക്കും. ഇനി അടുത്ത് നൽകിക്കോ, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമിക്ക് പട്ടയം, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഇതിപ്പോൾ നടപ്പിലാക്കാൻ പോവാണ്. ഇതൊക്കെ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. പറയാൻ പുറപ്പെട്ട എത്ര മണിക്കൂറുണ്ടായാലും തീരൂല. എനിക്ക് 11 മണിക്കുള്ള പരിപാടിക്ക് ഇനി പോകണത്രേ. അടുത്ത രണ്ടാമത്തെ പരിപാടി 11 മണിക്കാണ്. ഇപ്പം 12 മണിയായി. ഞാനധികം പ്രസംഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വളരെ ഗൗരവമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 64,006 അതിദരിദ്രരുണ്ടായിരുന്നു ഇവിടെ. ഈ 64,006 അതിദരിദ്രരെയും ഈ ഗവൺമെൻറ് ദത്തെടുത്തിരിക്കുകയാണ്. സാധാരണ പ്രമാണിമാർക്കാണ് ഇന്ത്യ ഗവൺമെൻറ് സമ്പന്നരെ കൂടുതൽ സമ്പന്നരെ, അദാനിയെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കാനാണ് അവിടെ ശ്രമം. ദരിദ്രരെ കൂടുതൽ പാപ്പരീകരിക്കാനാണ് അവിടെ ശ്രമം. ഇവിടെ പാവപ്പെട്ട പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്കത്തിലെ പിന്നോക്ക ജനവിഭാഗം, കർഷക തൊഴിലാളി, കൃഷിക്കാർ, ചെത്തുതൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, സംഘടിതരും അസംഘടിതരുമായ ദശലക്ഷക്കണക്കിന് മനുഷ്യന് ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. അതാ കേരള മോഡൽ. പ്രതികരണം പോരാ. ഇത്രയും പ്രധാനപ്പെട്ട വർഷം 2 ആൾ അടിക്കുക.
പറഞ്ഞ മനസ്സിലായിട്ടില്ല. ഇതൊരു കേരള മോഡലല്ലേ? ഈ മോഡലിൽ നമുക്ക് ശക്തിപ്പെടുത്തണ്ടേ? ശക്തിപ്പെടുത്തണം. എങ്ങനെയാണ് ശക്തിപ്പെടുത്തുക? ഇതെല്ലാം ആയാൽ മൗലികമായിട്ട് വീടായി, പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയും പഠിക്കാനുള്ള സൗകര്യമായി, വസ്ത്രമായി, ആയുസ്, നല്ല ആയുസ്സാണ് കേരളക്കാർക്ക്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുള്ളതിനേക്കാളും കൂടുതൽ ആയുസ് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം നല്ല ആയുസ്സാണ് അല്ലേ? നമുക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസം അറിയോ? 10 കൊല്ലത്തിൻ്റെ ആയുസ് ബോണസ് ഉള്ളവരാ നമ്മൾ ഈ കേരളക്കാർക്ക്. വെറുതെ വന്നതൊന്നുമല്ല, അതിനൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 10 കൊല്ലത്തെ ആയുസ് ബോണസ് കിട്ടിയ ആളാ മലയാളി. അപ്പോൾ നമ്മൾ ആ മേഖല നമ്മളുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാവ്യക്തിത്വം ഇന്നലെ പ്രസംഗിച്ചു. നല്ല പ്രസംഗമായിരുന്നു, എനിക്ക് ഇഷ്ടമായി പ്രസംഗം. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം കൂടി പറയണമായിരുന്നു എന്ന് പറയാനാണ്. എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ത്യയിൽ സ്ത്രീകളിൽ 48% എഴുത്തും വായനയും അറിയില്ല. ഇന്ത്യയിൽ പറഞ്ഞത് ശരി, അപ്പോ പറയണ്ടേ? ഞാനിത് കേരളത്തിലാണ് നിൽക്കുന്നത്. ഈ കേരളത്തിൽ എഴുത്തും വായനയും അറിയാത്ത ഒരു സ്ത്രീയും അവശേഷിക്കുന്നില്ല എന്ന് പറയണ്ടേ? എന്താ പറയാത്തത്? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്ലസ് പോയിന്റാണ്, പോസിറ്റീവ് പോയിന്റാണ്. അത് പറയില്ല. എന്നിട്ട് ഇന്ത്യയെ പറ്റി ഇങ്ങനെ പറയാം, 48% സ്ത്രീകൾക്ക്. നിങ്ങൾ ഞാൻ ചന്ദ്രീയെന്നാണ് വായിച്ചോ ലീഗുകാരെല്ലാം പോയിട്ട് 48% സ്ത്രീകൾക്ക് എഴുത്തും വായനയും അറിയില്ല ഇന്ത്യയിൽ. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. ലോകത്ത് ബൈജിങ്ങുമല്ല കാലിഫോർണിയയുമല്ല, ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ കേരളത്തിലാണ്. ആ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരിൽ മുസ്ലിം പെൺകുട്ടികളാണ് നല്ലതുപോലെ മുമ്പിൽ നിൽക്കുന്നത് എന്ന കാര്യം കൂടി പറയണം സമ്മേളനത്തിൽ. അത് പറയില്ല. അത് ഈ കേരളത്തിൻ്റെ സംസ്കൃത സമൂഹത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് നയിക്കണം. ലോകത്തിലെ ഏറ്റവും വികസിതമായ നാടിൻ്റെ പട്ടികയിലേക്ക് ഈ കേരളത്തെ എത്തിക്കാൻ ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത നാടിൻ്റെ ജീവിത തലത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നവകേരള കർമ്മ പദ്ധതി 2 എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലേക്കാണ് നമ്മുടെ യാത്ര. അല്ലാണ്ട് പട്ടിണി അവസാനിപ്പിക്കലും ദാരിദ്ര്യം അവസാനിപ്പിക്കലും മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വികസിതമായ 400 കൊല്ലത്തെ വികാസം നേടിയ ആ ജനതയോടൊപ്പം ഈ കേരളത്തിലെ ജനതയെ എത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാനാവണം. സാമൂഹിക ജീവിത രീതി ആ രീതിയിൽ ഉയർത്താനാവണം. ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് പോകണം. ഹാപ്പിനെസ്, എല്ലാവർക്കും സന്തോഷം, സമാധാനം, സന്തോഷവതികളും സന്തോഷവാന്മാരുമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്ന ഒരു സുന്ദര കാഴ്ച. അത് ആ തലത്തിലേക്ക് മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം. അങ്ങനെയുള്ള ഒരു കേരളമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ പ്രചരണം, ആശയ സംവേദനമാണ് ഞങ്ങൾ ഈ ജാഥയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജാഥക്ക് ഇവിടെ നൽകിയ ഊഷ്മളമായ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് വിപ്ലവകരമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഹാരാർപ്പണമാണ്. ആദ്യമായി ജാഥ ക്യാപ്റ്റനെ വേങ്ങരയിൽ സംഘാടക സമിതിക്ക് വേണ്ടി അതിൻ്റെ ചെയർമാൻ സഭ കുണ്ടുപുഴക്കൽ ചാളാണി അടുത്ത ആളുകൾ വന്നിക്കണം. ലോക്കൽ AR നഗർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് KP സമീർ. ഫുട്ബോളാണ്. അങ്ങോട്ടൊന്നും കണ്ണമ്മ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് EK ആലിമൊയ്തീൻ. വന്നോളൂ, ആളുകൾ വന്നോളൂ. വേങ്ങര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് V ശിവദാസ്. ഊരകം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് M വത്സകുമാർ. പറപ്പൂർ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് M ഇബ്രാഹിം. ഒതുക്കങ്ങ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് രഞ്ജിത്ത്. മണ്ഡലം കമ്മിറ്റി അംഗമായ സഖാവ് KP മനോജ് മാസ്റ്റർ. മണ്ഡലം കമ്മിറ്റി അംഗമായുള്ള സഖാവ് സൈഫുദ്ദീൻ.
തുടർന്ന് ജാഥാംഗങ്ങൾക്ക് ഹാരാർപ്പണമാണ്. ഷാളണിയിക്കുകയാണ്. ജാഥാംഗമായ സഹാബ് CS സുജാതയ്ക്ക് ഷക്കീല ടീച്ചർ മറ്റു ജാഥാംഗമായ സഖാവ് സ്വരാജിന് NK പോക്ക, ഡോക്ടർ KT ജലീലിന് C വിശ്വനാഥൻ. അടുത്തത് ചില പ്രതിഭകൾക്ക് മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പേര് വായിക്കുന്ന ആൾക്ക് അടുത്തേക്ക് വരണം. ഒന്ന്, ദേശീയ ധീരത പുരസ്കാരം നേടിയിട്ടുള്ള 5 കണ്ണ് ഉമർ മുക്താർ. 3 മനുഷ്യർ മുങ്ങി മരിക്കാൻ എടുക്കുമ്പോൾ അവർ രക്ഷപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ദേശീയത പുരസ്കാരം നേടിയതാണ്. അതിനിടെ ഒരു ആക്സിഡന്റ് സഹായം സംഭവിച്ചു. ആ മൊമെന്റ് ഉണ്ടാവും. അടുത്തത് കൽക്കത്തയിലെ ബർദാജ് യൂണിവേഴ്സിറ്റി അല്ലേ നാഷണൽ ഇന്റഗ്രേറ്റഡ് ക്യാമ്പിലേക്ക് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7-ൽ ഒരാൾ ഇവിടുത്തുകാരനാണ് ഷിബിൻ വൈഷ്ണവ്. എടുത്തു കൊടുക്കും. അടുത്തത് നാഷണൽ കിക്ക് ബോക്സിംഗിൽ ഒഡീഷയിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള വിഷ്ണു തെക്കേ മണപ്പാട്ടിൽ. സംസ്ഥാന മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള അഫ്ന വേങ്ങര. ഉപ്പയാണ് വരുന്നത്. ഉപ്പ ഏറ്റുവാങ്ങും. അഫ്ന എത്തിയിട്ട് മറ്റൊന്ന്, വലിയോറിയിലെ ഒരു പാർട്ടി മെമ്പറായിട്ടുള്ള ഇട്ടാമൻ ചകിരി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കിരീടം ഗോവിന്ദ മാഷ അണിയിക്കുകയാണ്. ചകിരി എടുത്തോളൂ. വേദന വെച്ചോളൂ. ഓക്കെ. യെസ് പോതിന്